ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വീക്കെൻഡ് പി സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര വിന്യാസം ഭാഗം 2 ആണ്. ആദ്യത്തെ പാർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു SCRT സീരീസ് കാണുന്നതെന്നുണ്ടെങ്കിൽ നേരെ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോവുക. 9ാം ക്ലാസ് SCRT പ്ലേലിസ്റ്റിൽ ആദ്യം മുതലുള്ള വീഡിയോസ് ഓർഡറിൽ കണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലോകസഭയായിരുന്നു. ലോകസഭ. ഇനി നമുക്ക് നോക്കാനുള്ളത് രാജ്യസഭയാണ്. രാജ്യസഭയെ പറ്റി പറയുകയാണെങ്കിൽ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. ലോകസഭയോ അധോസഭയായിരുന്നു. പാർലമെന്റിന്റെ അധോസഭ ലോകസഭയും പാർലമെന്റിന്റെ ഉപരിസഭ രാജ്യസഭയുമാണ്. ലോകസഭ ആരെ പ്രതിനിധീകരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ലോകസഭ പ്രതിനിധീകരിക്കുന്നത് ജനങ്ങളെയാണ്. ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന സഭയായിരുന്നു ലോകസഭ. പക്ഷേ രാജ്യസഭ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ് രാജ്യസഭ. സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ് രാജ്യസഭ. രാജ്യസഭയിലേക്കുള്ള അംഗങ്ങൾ ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആളുകൾ പോകുന്നത്. രാജ്യസഭയിലെ അംഗങ്ങൾ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി, അതായത് ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടാണ് പോകുന്നത്. അപ്പോൾ രാജ്യസഭയിലോട്ടുള്ള അംഗങ്ങൾ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പോകുന്നത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനത്തു നിന്നായിരിക്കും. ഉത്തർപ്രദേശ്, അതാണ് ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനം. അതിനകത്തു നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ അംഗങ്ങൾ രാജ്യസഭയിലോട്ട് പോകുന്നത്. അപ്പം കേരളത്തിൻ്റെ ജനസംഖ്യ അനുസരിച്ച് കേരളത്തിൽ നിന്നും ആളുകൾ അങ്ങോട്ട് പോകും, രാജ്യസഭയിലോട്ട് പോകും. ഇവരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ലോകസഭയിലോട്ട് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ആരായിരുന്നു? ജനങ്ങൾ നേരിട്ട് നമ്മൾ വോട്ട് ചെയ്തിട്ടാണ് MP-മാരെ ലോകസഭയിലേക്ക് വിടുന്നത്. പക്ഷേ ഈ രാജ്യസഭയിലെ അംഗങ്ങളെ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നത് നേരിട്ടല്ല. നമ്മൾ തിരഞ്ഞെടുത്ത നിയമസഭയിലെ MLA-മാരുണ്ടല്ലോ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്ത് വിജയിക്കുന്ന MLA-മാരാണ് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം നേരിട്ടുള്ള ഒരു വോട്ടിംഗ് സമ്പ്രദായമല്ല രാജ്യസഭയിൽ. പകരം എന്താണ്? MLA-മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ എന്തൊക്കെ യോഗ്യതകൾ വേണം? 2 യോഗ്യത വേണം. ആദ്യത്തെ യോഗ്യത എന്ന് പറഞ്ഞത് 30 വയസ്സ് പൂർത്തിയായിരിക്കണം. 30 വയസ്സ് പൂർത്തിയായിരിക്കണം. ആദ്യത്തെ യോഗ്യത 30 വയസ്സ് പൂർത്തിയായിരിക്കണം. രണ്ടാമത്തെ യോഗ്യത ഇന്ത്യൻ പൗരനായിരിക്കണം. ഇന്ത്യൻ പൗരനായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ പറ്റത്തുള്ളൂ. ലോകസഭയിലോട്ട് മത്സരിക്കാൻ എങ്ങനെയായിരുന്നു? 25 വയസ്സ് പൂർത്തിയായിരിക്കണം, പിന്നെ ഇന്ത്യൻ പൗരനായിരിക്കണം. ഇത് 30 വയസ്സ് പൂർത്തിയായിരിക്കണം, പിന്നെ ഇന്ത്യൻ പൗരനും ആയിരിക്കണം. അടുത്തതായിട്ട് രാജ്യസഭയുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ലോകസഭയുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ അറിയാം, 5 വർഷമാണ് ലോകസഭയുടെ കാലാവധി. അതേപോലെ രാജ്യസഭയുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. അതൊരു സ്ഥിരം സഭയാണ്. അതൊരിക്കലും അതിൻ്റെ കാലാവധി അവസാനിക്കുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങ് പൊക്കോണ്ടിരിക്കും. രാജ്യസഭ ഒരിക്കലും പിരിച്ചു വിടുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കും. പക്ഷേ ലോകസഭ അങ്ങനെയല്ല. 5 വർഷം കഴിയുമ്പോൾ ലോകസഭ പിരിച്ചുവിട്ട് വീണ്ടും പുതിയ ആളുകളെ അങ്ങോട്ട് എടുക്കും. പക്ഷേ രാജ്യസഭ അങ്ങനെയല്ല. രാജ്യസഭ സ്ഥിരം സഭയാണ്. അതൊരിക്കലും പിരിച്ചു വിടുന്നില്ല. രാജ്യസഭ എന്താണ്? സ്ഥിരം സഭയാണ്. അപ്പോൾ രാജ്യസഭയുടെ കാലാവധി ചോദിച്ചാൽ കാലാവധി ഉണ്ടോ? ഇല്ല. പക്ഷേ രാജ്യസഭ വരുന്ന അംഗങ്ങൾക്ക് കാലാവധി ഉണ്ട്. രാജ്യസഭ അംഗങ്ങൾക്ക് കാലാവധി ഉണ്ട്. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ 6 വർഷമാണ്. 6 വർഷമാണ് സഭാ അംഗങ്ങളുടെ കാലാവധി. എത്രയാണ്? 6 വർഷമാണ്. അപ്പം തെറ്റിപ്പോരുത്. രാജ്യസഭയുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. സ്ഥിരമായിട്ട് തുടർന്നു പോകുന്ന ഒരു സഭയാണ് രാജ്യസഭ. അപ്പം പാർലമെന്റിന്റെ സ്ഥിരം സഭ ഏതാണെന്ന് ചോദിച്ചാൽ അത് രാജ്യസഭയാണ്. പിന്നെ രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ അത് 6 വർഷമാണ്. രാജ്യസഭയിലേക്ക് MLA-മാർ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ 6 വർഷമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 ആളുകൾ അതിനകത്ത് പുറത്തോട്ട് പോകും, പുതിയ ആളുകൾ വരും. ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 ആളുകൾ, സഭയിലാകെയുള്ളതിൻ്റെ 1/3 ആളുകൾ വിരമിക്കുകയും ആ സ്ഥാനത്തേക്ക് പുതിയ ആളുകൾ വരികയും ചെയ്യും. അത് രണ്ടും പഠിച്ചോണം. ഓരോ 2 വർഷം കൂടുമ്പം സഭയിലെ ആകെ എണ്ണത്തിൽ 1/3 ആളുകൾ എന്ത് ചെയ്യും? വിരമിക്കും. അങ്ങോട്ട് പുതിയ ആളുകളെ തിരഞ്ഞെടുക്കും. പിന്നെ അടുത്ത 2 വർഷം വീണ്ടും അടുത്ത 1/3 ആളുകൾ വരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 6 വർഷം മാത്രമേ ഒരാൾ ഇരിക്കത്തുള്ളൂ. 6 വർഷത്തിൽ കൂടുതൽ ഇരിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം വീണ്ടും തിരഞ്ഞെടുത്താലേ ഇരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷൻ. ഉപരാഷ്ട്രപതി. ലോകസഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? സ്പീക്കർ ആയിരുന്നു. പക്ഷേ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഉപരാഷ്ട്രപതിയാണ്. ഇനി രാജ്യസഭയിലെ അംഗബലം എത്രയാണെന്ന് ചോദിച്ചാൽ രാജ്യസഭയുടെ അംഗബലം
250 ആളുകളാണ്. മൊത്തം എത്ര പേരാണ് രാജ്യസഭയിൽ? 250 ആളുകളാണ് രാജ്യസഭയിലുള്ളത്. അതിൽ 238 ആളുകളെ ഈ MLA-മാർ ഇലക്ഷനിലൂടെ MLA-മാർ എലക്ട് ചെയ്ത് വിടുന്നതാണ്. 238 ആളുകളെ. ടോട്ടൽ അംഗസംഖ്യ 250 ആണ്. അതിൽ 238 പേരെ MLA-മാർ തിരഞ്ഞെടുക്ക് വിടുമ്പോൾ ബാക്കി 12 പേരെ ഇലക്ഷൻ ഇല്ലാതെ നമ്മുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുകയാണ്. രാഷ്ട്രപതി പല മേഖലയിൽ നിന്നായിട്ട് നോമിനേറ്റ് ചെയ്യുകയാണ് 12 പേരെ. ലോകസഭയിലോട്ടുള്ള എല്ലാ ആളുകളെ എന്ത് ചെയ്യുകയാണ്? തിരഞ്ഞെടുക്കുകയാണ്. പക്ഷെ രാജ്യസഭയിൽ അങ്ങനെയല്ല. 238 പേരെ MLA-മാർ തിരഞ്ഞെടുക്കും. 12 പേരെ രാഷ്ട്രപതി എന്ത് ചെയ്യും? നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ടോട്ടൽ 250 ആളുകൾ, 238 പേരെ തിരഞ്ഞെടുക്കും. ആര്? ഓരോ സംസ്ഥാനത്തെ MLA-മാർ. 12 പേരെ എന്ത് ചെയ്യും? നോമിനേറ്റ് ചെയ്യും. ആര് നോമിനേറ്റ് ചെയ്യും? രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യും. ഇനി അടുത്തത് പ്രധാനപ്പെട്ട 2 കർത്തവ്യങ്ങൾ. രാജ്യസഭയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട 2 പരിപാടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, രാജ്യസഭയെ മാത്രം നടത്തുന്നത്. ഉപരാഷ്ട്രപതി, നമ്മുടെ രാജ്യസഭയുടെ അധ്യക്ഷനായ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കുന്നത് എവിടെയാണ്? രാജ്യസഭയിൽ നിന്നാണ്. എന്താണ്? ഉപരാഷ്ട്രപതിനെ റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സ് ലോകസഭയിൽ ആരംഭിക്കാൻ പറ്റുമോ? ഇല്ല. അതെവിടെ ആരംഭിക്കണം? അത് രാജ്യസഭയിലാണ് ആരംഭിക്കേണ്ടത്. ഇനി നമുക്കറിയാം, അഖിലേന്ത്യാ സർവീസ് ഉണ്ട്. ഇന്ത്യയിൽ എന്തുണ്ട്? അഖിലേന്ത്യാ സർവീസുകളുണ്ട്. അഖിലേന്ത്യാ സർവീസ് മീൻസ് നമ്മുടെ സിവിൽ സർവീസ്, IAS, IPS, IAS, അതേപോലെ തന്നെ IPS, അതേപോലെ തന്നെ IFOS, അങ്ങനത്തെ അഖിലേന്ത്യാ സർവീസ് നമുക്കുണ്ട്. ഇപ്പം നിലവിൽ ഉള്ള അഖിലേന്ത്യാ സർവീസ് അല്ലാതെ ഇനി പുതിയൊരു സർവീസ് വരണമെന്ന് വെച്ചോ. ഇനി പുതിയൊരു സർവീസ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? പുതിയ ഈ സർവീസ്, അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കാനായിട്ട് പാർലമെൻറ്റിനോട് പറയേണ്ടത് ആരാണ്? രാജ്യസഭയാണ്. രാജ്യസഭയാണ് പാർലമെൻറ്റിനെ അധികാരപ്പെടുത്തുന്നത് പുതിയ അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാനായിട്ട്. അപ്പോൾ 2 പ്രധാന കർത്തവ്യങ്ങൾ രാജ്യസഭ മാത്രം ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഉപരാഷ്ട്രപതിയെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നത് രാജ്യസഭയിലാണ്. ഇനി അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്തുന്നത് ഏത് സഭയാണെന്ന് ചോദിച്ചാൽ അതും രാജ്യസഭയാണ്. ഇനി അടുത്തത് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് എഴുതിയാൽ, അധോസഭ, ലോകസഭ എങ്ങനെ അറിയപ്പെടുന്നു? അധോസഭ എന്നറിയപ്പെടുന്നു. രാജ്യസഭ എങ്ങനെ അറിയപ്പെടുന്നു? ഉപരിസഭ എന്നറിയപ്പെടുന്നു. പരമാവധി അംഗബലം എത്രയാണെന്ന് ചോദിച്ചാൽ 550 ആണ്. ഇവിടെ പരമാവധി അംഗബലം എത്രയാണെന്ന് ചോദിച്ചാൽ 250 ആണ്. ഇനി അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ, ലോകസഭയിൽ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ് അധ്യക്ഷൻ വരുന്നത്. ഇനി ഈ രാജ്യസഭയിൽ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷൻ വരുന്നത്. പിന്നെ കാലാവധി ചോദിച്ചാൽ, ലോകസഭയുടെ കാലാവധി 5 വർഷമാണ് ലോകസഭയുടെ കാലാവധി. രാജ്യസഭയുടെ കാലാവധി 6 വർഷം എന്ന് എഴുതുമോ? എഴുതരുത്, തെറ്റാണ്. രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ? ഇല്ല. സ്ഥിരം സഭയാണ്. അംഗങ്ങൾക്കാണ് കാലാവധിയെ, സ്ഥിരം സഭയാണ്. അതുകൊണ്ട് കാലാവധി ഇല്ല. ലോകസഭയുടെ കാലാവധി 5 വർഷം എന്ന് എഴുതാം. രാജ്യസഭയുടെ കാലാവധി സ്ഥിരം സഭയാണ്. കാലാവധി ഇല്ലെന്നാണ് അതിനകത്ത് നമ്മൾ എഴുതേണ്ടത്. ഇനി മത്സരിക്കാനുള്ള പ്രായം പറയുകയാണെങ്കിൽ, ലോകസഭയിൽ മത്സരിക്കാൻ 25 വയസ്സാണ് വേണ്ടത്. രാജ്യസഭയിൽ മത്സരിക്കാൻ എത്ര വയസ്സാണ്? 30 വയസ്സാണ് വേണ്ടത്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിയമം നിർമ്മിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ആർക്കാണ് നിയമം നിർമ്മിക്കാൻ അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് പാർലമെൻറ്റിലാണ്. ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാൻ അധികാരം പാർലമെൻറ്റിനാണ്. പക്ഷേ അത് ചുമ്മാ നമ്മുടെ ഇഷ്ടം പോലെ നിർമ്മിക്കാൻ പറ്റത്തില്ല. അതിന് വ്യക്തമായ നടപടിക്രമങ്ങളുണ്ട്. കുറേ നടപടിക്രമങ്ങൾ ഭരണഘടനയിൽ പറയുന്ന നടപടിക്രമങ്ങളുണ്ട്. അതല്ലാതെ ഭരണഘടനയ്ക്ക് പുറത്തും കുറച്ച് അതിനുള്ള പ്രോസസ്സ് പറയുന്നുണ്ട്. ഭരണഘടനാപരമായിട്ടുള്ളതും അല്ലാതെയും ആയിട്ട് നമ്മൾ ചെയ്തു പോകുന്നതുമായ കുറേ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ ഒരു നിയമം സൃഷ്ടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ്, ഒരു നിയമം ഉണ്ടാകണമെങ്കിൽ, നിയമം നിർമ്മിക്കാനായിട്ട് ആദ്യം അംഗീകാരം നൽകണം. നിയമം നിർമ്മിക്കാൻ ആദ്യം അംഗീകാരം നൽകണം. ആരാണ് അംഗീകാരം നൽകേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം മന്ത്രിസഭയാണ് അംഗീകാരം നൽകേണ്ടത്. മന്ത്രിസഭ അംഗീകാരം നൽകിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിയമം നിർമ്മിക്കാനായിട്ട് പറ്റുള്ളൂ. മന്ത്രിസഭ അംഗീകാരം നൽകണം. മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ഏത് വിഷയത്തിലാണോ നമ്മളൊരു നിയമം നിർമ്മിക്കാൻ പോകുന്നത്, ഏത് വകുപ്പിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണോ നമ്മൾ നിയമം നിർമ്മിക്കാൻ പോണേ, ആ വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ ഉദ്യോഗസ്ഥരാണ്, സർക്കാർ ഉദ്യോഗസ്ഥരാണ് നമ്മുടെ ഈ പറയുന്ന
നിയമത്തിൻ്റെ കരട് രൂപമെന്നറിയപ്പെടുന്ന ബില്ല് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം അംഗീകാരം ലഭിക്കണം. അതാരാണ് നൽകേണ്ടത്? അംഗീകാരം മന്ത്രിസഭയാണ് നൽകുന്നത്. പിന്നെ ഒരു ബില്ല് തയ്യാറാക്കണം. ബില്ലെന്ന് പറഞ്ഞാൽ എന്താണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്ന ഒരു കരടാണ് ബില്ല്. ആ ബില്ല് ഉണ്ടാക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥരാണ്. അതിന് മേൽനോട്ടം നൽകുന്നത് ഏത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണോ ആ വകുപ്പായിരിക്കും അതിന് മേൽനോട്ടം നൽകുന്നത്. അപ്പോൾ ആദ്യം അംഗീകാരം കിട്ടി, പിന്നെ ബില്ല് തയ്യാറാക്കി. ഈ ബില്ലെന്ന് പറയുന്നത് നിയമത്തിൻ്റെ ഒരു കരട് രൂപമാണ്. ആ ബില്ല് എന്ന് പറയുന്നത് എപ്പോഴാണ് നിയമമായി മാറുന്നത്? രാഷ്ട്രപതി എപ്പോൾ അതിൽ ഒപ്പുവെക്കുന്നോ ബില്ല് എന്തായി മാറും? നിയമമായിട്ട് മാറും. പല നിയമങ്ങളും ഇങ്ങനെ വന്നത് ആദ്യം ബില്ല് അവതരിപ്പിക്കും, അതിന് ശേഷമാണ് അത് നിയമമായിട്ട് മാറുന്നത്. ഇനി അടുത്തത്, നമ്മുടെ ഈ ബില്ലുകൾ തന്നെ പല തരത്തിലുണ്ട്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബില്ല്. നമ്മുടെ ഈ ബില്ല് ആദ്യം ഒരു സഭയിൽ അവതരിപ്പിക്കും, ലോകസഭയിലോ രാജ്യസഭയിലോ ഒക്കെ അവതരിപ്പിക്കും. അങ്ങനെ ഈ അവതരിപ്പിക്കുന്നത് ആരാണെന്ന് നോക്കിയിട്ട് ബില്ലിനെ രണ്ടായിട്ട് തിരിക്കാം. അത് ഏതൊക്കെയാണ്? ബില്ല് ഏതെങ്കിലും ഒരു മന്ത്രിയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ, നമ്മുടെ ഏതെങ്കിലും ഒരു കേന്ദ്ര മന്ത്രിയാണ് ബില്ല് അവതരിപ്പിക്കുന്നതെങ്കിൽ അതിനെ ഗവൺമെൻറ്റിൻ്റെ ബില്ല് എന്ന് പറയാം. ബില്ല് അവതരിപ്പിക്കുന്നത്, ഈ ഉദ്യോഗസ്ഥർ നിർമ്മിച്ച ബില്ല് അവതരിപ്പിക്കുന്നത്, സഭയിൽ അവതരിപ്പിക്കുന്ന ഒരു മന്ത്രിയാണെങ്കിൽ അതിനെ ഗവൺമെൻറ് ബില്ലെന്ന് പറയാം. ഇനി മന്ത്രി അല്ലാത്ത ആളുകളുണ്ടല്ലോ, എം പിമാരുണ്ടല്ലോ, മന്ത്രിയല്ല പക്ഷേ എം പിയാണ്, അങ്ങനെയുള്ള ആളുകളാണ് ആ ബില്ല് അവതരിപ്പിക്കുന്നതെങ്കിൽ അതിനെ സ്വകാര്യ ബില്ലെന്ന് പറയാം. മന്ത്രി അല്ലാത്ത അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ബില്ലിനെ സ്വകാര്യ ബില്ലെന്ന് പറയാം. അങ്ങനെയാണ് അവതരിപ്പിക്കുന്നതനുസരിച്ച് രണ്ട് ബില്ല്. മന്ത്രിമാർ അവതരിപ്പിച്ചാൽ ഗവൺമെൻറ് ബില്ല്, അല്ലാത്തവർ അവതരിപ്പിച്ചാൽ സ്വകാര്യ ബില്ല്. അല്ലാതെയും കുറച്ച് ടൈപ്പ് ഉണ്ട്. ഇനി ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബില്ല്, ധനസമാഹരണം, നമ്മുടെ ധനം, അതിൻ്റെ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട, ധനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബില്ലാണെങ്കിൽ അതിനെ പറയുന്നത് ധനബില്ലെന്നാണ്. ധനമായിട്ട് ബന്ധപ്പെട്ട ബില്ല്, ഫണ്ട് ശേഖരണാർത്ഥോ അല്ലെങ്കിൽ ചെലവാക്കലോ സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബില്ലുകൾക്കാണ് പറയുന്നത് ധനബില്ല്. ഓക്കെ. ഇനി ധനബില്ലല്ലാത്ത ആ ബില്ലുകളെ എന്ത് പറയാം? ധനേതര ബില്ലെന്ന് പറയാം. ധനബില്ലല്ലാത്ത ബില്ല് ധനേതര ബില്ല്. അപ്പം ധനേതര ബില്ല് ഏതൊക്കെയായിരിക്കും? നമ്മൾ സാധാരണ ഒരു നിയമം, ധനമായിട്ട് ബന്ധപ്പെടാത്ത സാധാരണ ഒരു നിയമം നിർമ്മിക്കാനുള്ള ഒരു ബില്ല് ധനേതര ബില്ലായിരിക്കും. ഇനി നമുക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാനെങ്കിൽ ഒരു ബില്ലുണ്ടാക്കണം, ബില്ല് വേണം. അതിനെ ഭരണഘടനാ ഭേദഗതി ബില്ലെന്നും പറയാം. അതും എന്തായിരിക്കും? ധനേതര ബില്ലായിരിക്കും. അതിന് രണ്ടിലും ധനവുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. അപ്പം ധനേതര ബില്ലാണ്. ധനവുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് ധനബില്ല്. പിന്നെ ധനബില്ല് നമ്മൾ ആദ്യം എവിടെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ? ധനബില്ല് ലോകസഭയിലേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അവിശ്വാസ പ്രമേയം എവിടെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ? ലോകസഭയിൽ. അപ്പോൾ അത് രണ്ടും ഓർത്ത് വെച്ചേക്കുക. ധനബില്ല് അതേപോലെ തന്നെ അവിശ്വാസ പ്രമേയം, ഇത് രണ്ടും എവിടെയാണ് അവതരിപ്പിക്കേണ്ടത്? ലോകസഭയിലാണ് അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ അത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അതിൻ്റെ പ്രോസസ്സ് ഒന്ന് നോക്കാം. ഇത്രയും ബില്ല് വരെയായി, ബില്ല് തയ്യാറാക്കി. ഇനി 3 പ്രോസസ്സിലൂടെയാണ് ബില്ല് നിയമമാകുന്നത്. അതിനെ ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു ബില്ല് റെഡിയായി കഴിഞ്ഞാൽ 3 പ്രോസസ്സ്: ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന. ഒന്നാം വായന എന്ന് പറഞ്ഞാൽ ധനബില്ല് പോട്ടെ, ധനബില്ല് എവിടെയാണ് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ? ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ. ധനബില്ലല്ലാത്ത ഏതെങ്കിലും ഒരു ബില്ല്, ധനബില്ലല്ലാത്ത ഏതെങ്കിലും ഒരു ബില്ല് ഏത് സഭയിൽ വേണമെങ്കിലും ആദ്യം അവതരിപ്പിക്കാം. രാജ്യസഭയിൽ വേണമെങ്കിൽ ആദ്യം അവതരിപ്പിക്കാം, ലോകസഭയിൽ വേണമെങ്കിൽ ആദ്യം അവതരിപ്പിക്കാം. ധനബില്ലല്ലാത്ത ഒരു ബില്ല് എവിടെയൊക്കെ അവതരിപ്പിക്കാം? രാജ്യസഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം, ലോകസഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. ആർക്കൊക്കെ അവതരിപ്പിക്കാം? സ്വകാര്യ വ്യക്തിക്ക് അവതരിപ്പിക്കാം. സ്വകാര്യ അംഗത്തിന് അവതരിപ്പിച്ചാൽ, അതായത് മന്ത്രി അല്ലാത്ത ഒരു അംഗമാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അത് സ്വകാര്യ ബില്ലായി മാറും. ഇനി മന്ത്രിയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അത് ഗവൺമെൻറ് ബില്ലായി മാറും. ആർക്ക് വേണേലും അവതരിപ്പിക്കാം. അങ്ങനെ ആദ്യമായിട്ട് ഈ ബില്ലൊന്ന് വായിച്ച് നമ്മൾ ഈ ഗവൺമെൻറ് കൊണ്ടുവരാൻ വരുന്ന നിയമം ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുന്നതിനെയാണ് ഒന്നാം വായന എന്ന് പറയുന്നത്. അപ്പം ധനബില്ലല്ലാത്ത ബില്ല് ഏതെങ്കിലും ഒരു സഭയിൽ ഏതെങ്കിലും ഒരു അംഗം, മന്ത്രിയോ അല്ലാത്ത ആൾ അവതരിപ്പിക്കുന്നതിനെ ഒന്നാം വായന എന്ന് പറയുന്നത്. അവിടെ വായന മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് പ്രോസസ്സൊന്നുമില്ല. ഇനി അടുത്ത രണ്ടാം വായന എന്ന് പറയുന്ന ഘട്ടമാണ് ചർച്ചകൾ നടക്കുന്നത്. ഇനി അത് നോക്കിയിട്ട് പ്രതിപക്ഷവും ഭരണപക്ഷം ഇപ്പം അത് അവതരിപ്പിക്കുന്നവർ അതിൻ്റെ മേന്മ, അത് വന്നാലുള്ള ഗുണങ്ങളൊക്കെ പറയും. അപ്പം പ്രതിപക്ഷം എന്ത് പറയും? അതിനകത്തുള്ള ദോഷങ്ങൾ എന്താണ്? അത് വന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായം പറയും. ഇനി എന്തെങ്കിലും വലിയ അടിയന്തരമായിട്ടുള്ള ബില്ലുകളോ അല്ലെങ്കിൽ പ്രത്യേക ഒരു
ഒരു എന്താണ് പറയുന്നത്, ഒരു ഉപദേശം വേണ്ട ബില്ലൊക്കെ ആണെങ്കിൽ അതൊരു കമ്മിറ്റിക്ക് വിടും. ഈ സഭയ്ക്ക് പുറത്തൊരു കമ്മിറ്റിയിലോട്ട് വിടും. അതായത് അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം കമ്മിറ്റി, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ അടങ്ങുന്ന നല്ല അത്യാവശ്യം വിവരമുള്ള ആളുകൾക്ക് ഈ ഒരു ബില്ലിനെ പറ്റി പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കും. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അതിനെ കമ്മിറ്റി ഘട്ടം എന്ന് അറിയപ്പെടും. കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും, ബില്ല് എന്ത് ചെയ്യും, സഭയെ പരിഗണിക്കും, അവിടെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കും. അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കും. അതിനുശേഷം വീണ്ടും അതിനെപ്പറ്റി ചർച്ച ചെയ്യും. അപ്പോൾ എല്ലാ ചർച്ചയും ചെയ്യുന്ന ഘട്ടത്തിനെ കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നത് രണ്ടാമത്തെ ഘട്ടമാണ്. ഒന്നാമത്തെ ഘട്ടത്തിൽ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അത് അവതരിപ്പിക്കും. രണ്ടാമത്തെ ഘട്ടത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പോരായ്മകളും ഗുണങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്ന കമ്മിറ്റി ഘട്ടം. അപ്പോൾ അത് ഈ ഒരു പേര് ഓർക്കുക. കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വായനയാണ് കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പം ഒരു ഗവൺമെൻറ് ഒരു ബില്ല് അവതരിപ്പിച്ചു. അപ്പം പ്രതിപക്ഷത്തിൽ ഒരാൾ പറയുവാണ് നമുക്ക് ഇവിടെ ഇന്ന സ്ഥലത്ത് ഇന്ന ഒരു മാറ്റം വരണം, അതങ്ങനെ മാറ്റിയാൽ നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഭേദഗതി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ ആ ബില്ലിൽ അത് തിരുത്തും. ഓക്കെ, എന്തെങ്കിലും മാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ഒക്കെ അഭിപ്രായം വരുമ്പോൾ അതെല്ലാം ചെയ്യുന്ന, മോഡിഫിക്കേഷൻ എല്ലാം ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെയാണ്. മോഡിഫിക്കേഷനും ചർച്ചയും എല്ലാം ചെയ്യുന്നത് എവിടെയാണ്? ഈ രണ്ടാമത്തെ ഘട്ടത്തിലാണ്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ വായന എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒന്നെങ്കിൽ ബില്ല് അംഗീകരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ബില്ല് നിരാകരിക്കും. ഒന്നെങ്കിൽ ബില്ല് അംഗീകരിക്കും, അല്ലെങ്കിൽ ബില്ല് നിരസിക്കും. ബില്ല് അംഗീകരിച്ചാൽ അത് നിയമമായി മാറും. ബില്ല് അംഗീകരിച്ചില്ലെങ്കിൽ അത് ആ ഒരു സംഭവമേ ക്യാൻസലായിട്ട് പോകും. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു സഭയിൽ, ഇപ്പം നമുക്ക് ആദ്യം അവതരിപ്പിക്കുന്ന സഭയായിട്ട് നമ്മുടെ ലോകസഭ എടുക്കാം. ലോകസഭയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുകയാണ് ലോകസഭയിൽ ആദ്യമായിട്ട് ഒരു വ്യക്തി, ലോകസഭയിൽ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവതരിപ്പിക്കുന്നത്. എക്സ് എന്ന് പറയുന്ന ഒരു മന്ത്രിയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് ബില്ലാണ്? ഗവൺമെൻറ് ബില്ലാണ്. മന്ത്രി ലോകസഭയിൽ ഒന്നാം വായന നടത്തുന്നു, പുള്ളി വായിക്കുന്നു, വായിച്ച് എല്ലാവരും മനസ്സിലാക്കുന്ന സംഭവം എന്താണെന്ന്. രണ്ടാമത്തെ വായന എന്ന് പറഞ്ഞാൽ കമ്മിറ്റി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയോ മോഡിഫിക്കേഷനൊക്കെ വരുത്തുന്നു. മൂന്നാമത് എന്ത് ചെയ്യുന്നു? മൂന്നാമത് ഇത് ഒന്നെങ്കിൽ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ നിരസിക്കുന്നു. അംഗീകരിക്കുന്നു അല്ലെങ്കിൽ നിരസിക്കുന്നു. അംഗീകരിച്ചാലും നിരസിച്ചാലും ഇത് നേരെ എങ്ങോട്ട് പോകും? രാജ്യസഭയിലോട്ട് പോകും. ഭരണഘടനാ ഭേദഗതി ബില്ലല്ലെങ്കിൽ രാജ്യസഭയിലോട്ട് പോകും. രാജ്യസഭ എന്ത് ചെയ്യും? ഈ സെയിം ഒന്നാം വായന നടത്തും, രണ്ടാം വായന നടത്തും, മൂന്നാം വായന നടത്തും. രണ്ട് സ്ഥലത്തും ഈ ഒരു രണ്ട് പ്രോസസ്സും കഴിയുമ്പോൾ രണ്ട് സ്ഥലത്തും പാസ്സായി എന്ന് വെക്കുക. അത് നേരെ എങ്ങോട്ട് പോകും? രാഷ്ട്രപതിയുടെ മുമ്പിലോട്ട് പോകും. രാഷ്ട്രപതിയുടെ മുമ്പിലോട്ട് ചെല്ലുമ്പോൾ രാഷ്ട്രപതി അതിൽ എന്ന് ഒപ്പുവെക്കുന്നോ അത് നിയമമായിട്ട് മാറും. അപ്പോൾ എന്താണ് പറഞ്ഞത്? ആദ്യം ഏതെങ്കിലും സഭയിൽ അവതരിപ്പിക്കും. സഭയിലെ 3 ഘട്ടങ്ങളും പാസ്സായി എന്ന് വെക്കുക. 3 ഘട്ടവും കഴിഞ്ഞിട്ട് അടുത്ത സഭയിലോട്ട് പോയി അവിടെ 3 ഘട്ടം പാസ്സായെന്ന് വെക്കുക. സോറി മായ്ച്ച കൂടിപ്പോയതാ. അപ്പോൾ എന്താണ് പറഞ്ഞത്? ആദ്യം ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കും. ഒന്നാമത്തെ വായന, രണ്ടാമത്തെ വായന, മൂന്നാമത്തെ വായന പാസ്സായി അല്ലെങ്കിൽ പാസ്സായില്ലെന്ന് വെക്കൂ. എങ്ങനെയാണെങ്കിലും അടുത്ത സഭയിലോട്ട് പോകും. ഒന്നാമത്തെ വായന, രണ്ടാമത്തെ വായന, മൂന്നാമത്തെ വായന പാസ്സായെന്ന് വെക്കുക. പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരു സംയുക്ത സമ്മേളനം, ഒരിടത്ത് പാസ്സായി ഒരിടത്ത് പാസ്സായില്ല. അപ്പോൾ രണ്ടുപേരുടെ കൂടിയൊരു സമ്മേളനം, അതൊക്കെ പറയാം. ഞാനിപ്പം ജസ്റ്റ് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന ഒരു സഭയിൽ നടക്കും. അതിനുശേഷം ഈ പ്രോസസ്സ് തന്നെ അടുത്ത സഭയിലും നടക്കും. 2 സ്ഥലത്തും നടക്കും. ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന ആദ്യം അവതരിപ്പിക്കുന്ന സഭയിലും അതിനുശേഷം രണ്ടാമത് അവതരിപ്പിക്കുന്ന സഭയിലും നടക്കും. 2 തവണ ഈ പ്രോസസ്സ് നടക്കും ഒരു നിയമം ആയി വരണമെങ്കിൽ. അതിനുശേഷം രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ അത് നിയമമായിട്ട് മാറും. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഭരണഘടനാ ഭേദഗതിയാണ്. നമുക്കിവിടെ ഒരു 3 ഭേദഗതി പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. സിലബസിലുള്ള ഭേദഗതികൾ തന്നെയാണ്. 61ാമത്തെ ഭേദഗതി. ആ ഭേദഗതിയുടെ പ്രത്യേകത എന്നാണെന്ന് പറയാമോ? 61ാം ഭേദഗതിക്ക് മുമ്പ് വരെ വോട്ട് ചെയ്യാനുള്ള പ്രായം, തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ആ 21 വയസ്സ് എന്ന് പറയുന്നത് 18 വയസ്സിലോട്ട് മാറ്റിയ ഭേദഗതി. 18 വയസ്സിലോട്ട് മാറ്റിയ ഭേദഗതിയാണ് 61ാമത്തെ ഭേദഗതി. 61ാമത്തെ ഭേദഗതിയിൽ 21 വയസ്സെന്നുള്ളത് 18 വയസ്സായി. ഇപ്പം നമുക്ക് ഈ വോട്ട് ചെയ്യാനുള്ള പ്രായം എത്രയാണ്? 18 വയസ്സായവർക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ 61ാം ഭേദഗതിക്ക് മുമ്പ് അങ്ങനെ പറ്റത്തില്ലായിരുന്നു. ഭരണഘടനാ പ്രകാരം 21 വയസ്സായിരുന്നു. അത് 18 വയസ്സാക്കി മാറ്റിയ ഭേദഗതിയാണ് 61ാമത്തെ ഭേദഗതി. ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തത് 86ാമത് ഭേദഗതി. ആ ഭേദഗതി എന്താ ഇതെന്നറിയാവോ? നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മൗലിക അവകാശമാക്കി മാറ്റി. വിദ്യാഭ്യാസം എന്താണ്? മൗലിക അവകാശമാക്കി മാറ്റി. നേരത്തെ അത് മൗലിക അവകാശമല്ലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള ഒരു
എന്താണ് വിദ്യാഭ്യാസം നൽകുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ആ ഒരു കുട്ടിയുടെ ഒരു മൗലിക അവകാശമായിട്ട് മാറ്റി. അതോടെ എന്ത് ചെയ്യും, ഈ ഒരു കുട്ടിക്ക് നിർബന്ധമായിട്ടും 14 വയസ്സ് വരെ വിദ്യാഭ്യാസം സൗജന്യമായിട്ട് ലഭിക്കണം. അപ്പോൾ 86-ാം ഭേദഗതി എന്താണ്, വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ ഭേദഗതി 86-ാം ഭേദഗതി ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തത് 101-ാമത്തെ ഭേദഗതി. നമുക്കറിയാം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട GST എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ, GST. അപ്പോൾ ഈ GST നിലവിൽ വന്ന ഭേദഗതിയാണ് 101-ാമത്തെ ഭേദഗതി. 101-ാമത്തെ ഭേദഗതി GST നമുക്ക് വേറൊരു പേര് പറയാം മലയാളത്തിൽ, ചരക്ക് സേവന നികുതി. ചരക്ക് സേവന നികുതി GST നിലവിൽ വന്ന ഭേദഗതിയാണ് 101-ാമത്തെ ഭേദഗതി. അപ്പോൾ 61 വോട്ടിനുള്ള പ്രായം 18 ആക്കി, പിന്നെ 86 വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി, പിന്നെ 101 എന്താണ് ചെയ്തത്, ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST നിലവിൽ വന്നു. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താണ്, ഭരണഘടനയിൽ തിരുത്തലോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലോ നടത്തണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഭരണഘടനാ ഭേദഗതി. അതായത് കാലത്തിനനുസരിച്ച് മാറ്റം വരും. നമ്മുടെ 1950 കാലഘട്ടത്തിൽ വന്ന ഭരണഘടനയിൽ വർഷങ്ങൾ കഴിയും തോറും പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും, പഴയ ചില കൺസെപ്റ്റുകൾ മാറ്റേണ്ടി വരും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഭരണഘടനാ ഭേദഗതി എന്ന പ്രോസസ്സിലൂടെ മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് ഭേദഗതി. എന്തൊക്കെ ചെയ്യാം, ഒന്നെങ്കിൽ തിരുത്താം, ഉള്ള സാധനം തിരുത്താം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള കാര്യം വേണ്ടെന്ന് വെക്കാം, ഒഴിവാക്കാം, അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മുടെ കാലത്തിനനുസരിച്ചുള്ള ഒരു സാധനം കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഒരാൾക്കേ ഉള്ളൂ. ആർക്കാണ്, പാർലമെന്റിന് മാത്രമേ ഭരണഘടനാ ഭേദഗതി ചെയ്യാനായിട്ട് അധികാരമുള്ളൂ. ഇത് എവിടെയാണ് പറയുന്നത് ഇതിനെപ്പറ്റി, ഭരണഘടനയിൽ തന്നെ അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനാ ഭേദഗതിയായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, 368. ഇമ്പോർട്ടൻ്റ് ആണ്. 368-ാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. ഇനി ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. രാഷ്ട്രപതിയുടെ അനുമതി ഒന്നും വേണ്ട. ഭരണഘടനാ ഭേദഗതി നമുക്കറിയാലോ, ഒരു ഭരണഘടനാ ഭേദഗതി ചെയ്യണേ എന്താ അവതരിപ്പിക്കണം, ആദ്യം ബില്ല് അവതരിപ്പിക്കണം. അങ്ങനെ ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ രാഷ്ട്രപതിയുടെ സമ്മതം വേണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയുടെ സമ്മതം അവിടെ ആവശ്യമില്ല. പ്രസിഡന്റിന്റെ സമ്മതം ബില്ല് അവതരിപ്പിക്കാൻ ആവശ്യമില്ല. ബില്ല് എവിടെ അവതരിപ്പിക്കാം, ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കാം. ഏതെങ്കിലും ഒരു സഭ, ആദ്യം ലോകസഭയിൽ അവതരിപ്പിക്കുക എന്ന് നോക്കുക. ആദ്യം ലോകസഭ അവതരിപ്പിച്ചു, അപ്പോൾ എന്ത് പറ്റും, 1ാമത്തെ വായന, 2ാമത്തെ വായന, 3ാമത്തെ വായന, അത് പാസ്സായി. ഇനി അടുത്തത് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ 3 വായന നടക്കുമല്ലോ. രാജ്യസഭയിൽ അവതരിപ്പിച്ച് 1, 2, 3 വായന പാസ്സായി. അത് നേരെ എന്ത് ചെയ്യും, പിന്നെ രാഷ്ട്രപതി എന്ത് ചെയ്യും, ഒപ്പുവെക്കും. രാഷ്ട്രപതി ഒപ്പുവെക്കും. അങ്ങനെയാണ് നടക്കുന്നത്. ഇതിപ്പം ഞാൻ പറഞ്ഞത് ഭരണഘടനാ ഭേദഗതി ബില്ലല്ലേ, നോർമൽ ബില്ല്, ഒരു നിയമം വരാനായിട്ടുള്ള ബില്ലാണ്. ആദ്യം ലോകസഭയിൽ അവതരിപ്പിച്ച് പാസ്സായി, രാജ്യസഭയിൽ അവതരിപ്പിച്ച് പാസ്സായി, രാഷ്ട്രപതി ഒപ്പുവെച്ചു, നിയമമായി. ഇനി ഒന്ന് ഓർത്ത് നോക്കി, ഇത് അവതരിപ്പിച്ചപ്പോഴത്തേന് ഈ ഒരു സാധാരണ ബില്ലാണേ, നമ്മുടെ ഭേദഗതി ബില്ലല്ല, ഭരണഘടന ഭേദഗതിക്ക് വേണ്ടി ബില്ലല്ല, ഒരു നിയമം ഉണ്ടാക്കുകയാണ്. ഒരു നിയമത്തിന് വേണ്ടിയിട്ടുള്ള ബില്ലാണ്. ഇപ്പം നമ്മുടെ പോക്സോ നിയമം നിലവിൽ വരാൻ വേണ്ടിയിട്ടുള്ള ബില്ലാണ്. അപ്പോൾ അത് ലോകസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ലോകസഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കിയില്ല. അപ്പോൾ എന്ത് ചെയ്യും, ലോകസഭയും ഒരു സഭ പാസ്സാക്കി, ഒരു സഭ പാസ്സാക്കിയില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ, നേരെ ഒരു സംയുക്ത സമ്മേളനം നടക്കും. അതായത് ഈ രാജ്യസഭയും ലോകസഭയും ഒന്നിച്ചു ചേരും. രാജ്യസഭയും ലോകസഭയും ഒന്നിച്ച് ഒരു മുറിയിലിരുന്നിട്ട് അവിടെ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ചർച്ച ചെയ്യും. അപ്പോൾ അവിടെ ഭൂരിപക്ഷം നോക്കുമ്പോഴത്തേന് എങ്ങനെയാണ്, ഭൂരിപക്ഷം പാസ്സാക്കുവാണെങ്കിൽ, അതായത് ഇപ്പോൾ 100 പേരാണ് സംയുക്ത സമ്മേളനത്തിലുള്ളത്, 51 ആളുകൾക്കും ഈ നിയമം വേണമെന്നാണെങ്കിൽ അത് പാസ്സായതായിട്ട് കണക്കാക്കും. സംയുക്ത സമ്മേളനത്തിൽ പാസ്സായാൽ പിന്നെ രാഷ്ട്രപതിക്ക് ഒപ്പുവെക്കുന്നതോടെ നിയമമാകും. അപ്പോൾ ഒരു സഭ പാസ്സാക്കിയില്ലെങ്കിൽ സംയുക്ത സമ്മേളനം നടക്കും. സംയുക്ത സമ്മേളനം പാസ്സായി കഴിഞ്ഞാൽ അത് രാഷ്ട്രപതി ഒപ്പുവെച്ച് നിയമമാകും. ഇനി സംയുക്ത സമ്മേളനത്തിന് ഫെയിലായി കഴിഞ്ഞാൽ ആ ബില്ല് നിയമമായി മാറത്തില്ല, ബില്ലായിട്ട് തന്നെ തുടരും, അത് ക്യാൻസലായി പോകും. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. പക്ഷേ ഭരണഘടനാ ഭേദഗതിയിലോട്ട് വരുമ്പോഴത്തേന് കുറച്ച് മാറ്റമുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ അവതരിപ്പിച്ചത് എവിടെയാണ്, ലോകസഭയിൽ അവതരിപ്പിച്ചു. ലോകസഭയിൽ ആർക്കും കുഴപ്പമില്ല, ലോകസഭയെ പാസ്സായി. അത് നേരെ എങ്ങോട്ട് പോകും, രാജ്യസഭയിലോട്ട് പോകും. രാജ്യസഭയെ പാസ്സായില്ലെങ്കിൽ എന്താണ്, മൊത്തത്തിൽ ക്യാൻസലാകും. മൊത്തത്തിൽ ആ സംഭവം എന്താണ്, ക്യാൻസലായി പോകും. ഒരു സഭ അംഗീകരിച്ചില്ലെങ്കിൽ അത് ക്യാൻസലായി പോകും. സംയുക്ത സമ്മേളനം വിളിക്കാൻ പറ്റുമോ,
ഇല്ല. അപ്പോൾ ഓർത്തോണം, നമ്മുടെ ഭരണഘടനാ ഭേദഗതി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംയുക്ത സമ്മേളനം വിളിക്കാനായിട്ട് പറ്റത്തില്ല. 2 സഭയും പാസ്സായെങ്കിൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാകത്തുള്ളൂ. 2 സഭയും പാസ്സായെങ്കിൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാകത്തുള്ളൂ. അപ്പോൾ ഇനി ആദ്യം തന്നെ അവതരിപ്പിക്കുകയാണ്. ആദ്യം ലോകസഭയിൽ അവതരിപ്പിച്ചു, ലോകസഭ പാസ്സായില്ല, പിന്നെ രാജ്യസഭ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു സഭ പാസ്സാക്കാതെ ഭരണഘടനാ ഭേദഗതിക്ക് മുന്നോട്ടൊരു പോക്ക് ഇല്ല. ആ കാര്യവും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ്, ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയൊന്നും വേണ്ട, നേരിട്ട് ബില്ല് അവതരിപ്പിക്കാം. ഏത് സഭയിൽ വേണേലും അവതരിപ്പിക്കാം. അത് പാസ്സാക്കണം, അടുത്ത സഭയും പാസ്സാക്കണം. അതിനുശേഷം രാഷ്ട്രപതിയും കൂടെ ഒപ്പിട്ടാലേ ഉള്ളൂ ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാകത്തുള്ളൂ. ഇനി സാധാരണ ബില്ലാണെങ്കിൽ ഏതെങ്കിലും ഒരു സഭ അംഗീകരിച്ചില്ലെങ്കിലും സംയുക്ത സമ്മേളനത്തിലൂടെ അംഗീകാരം ലഭിച്ചാൽ അത് നിയമമാക്കി മാറ്റാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യവും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഇനി ഇങ്ങനെ വരുന്ന ഭരണഘടനാ ഭേദഗതി ബില്ല് അല്ലെങ്കിൽ ഒരു നിയമം ആയിക്കോട്ടെ, ഏതെങ്കിലും നിയമമോ ഭേദഗതി ബില്ലോ നിലവിൽ വന്നു, എല്ലായിടത്തും പാസ്സാക്കി, അത് നിയമമോ അല്ലെങ്കിൽ ഭേദഗതിയോ ആയിട്ട് വന്നു. ആ നിയമം വന്നു കഴിയുമ്പം അത് ഏതെങ്കിലും തരത്തിൽ ഭരണഘടനയ്ക്ക് എതിരാണ്, ഭരണഘടനയിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ആ നിയമത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ നിയമം ക്യാൻസൽ ആക്കാൻ പറ്റും. ആർക്ക്? ജുഡീഷ്യറിക്ക്, കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നിയമം ഡിലീറ്റ് ആക്കാൻ പറ്റും. അത് പരിശോധിച്ച് അത് അങ്ങനെ ഒരു ഭരണഘടനാ വിരുദ്ധത ആ നിയമത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഭേദഗതിയിൽ ഉണ്ടെങ്കിൽ ആ ഭേദഗതി അപ്പാടെ ക്യാൻസൽ ചെയ്യാൻ ആർക്ക് പറ്റും? ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. അപ്പോൾ അതെന്താണ് പറയുന്നത്? ഏതെങ്കിലും ഒരു നിയമമോ ഭേദഗതിയോ ഭരണഘടന പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾക്ക് എതിരാണെന്ന് കണ്ടെത്തിയാൽ ജുഡീഷ്യറിക്ക് അത് അസാധുവാക്കുവാനായിട്ടുള്ള അധികാരമുണ്ട്. അപ്പോൾ അത്രയും കാര്യമാണ് ഭരണഘടനാ ഭേദഗതിയായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മുടെ ഭരണഘടനാ ഭേദഗതി പ്രധാനമായിട്ടും 3 തരത്തിലാണ്: അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി. അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി. നമ്മുടെ ഒരു ഭരണഘടനയുടെ സ്ട്രക്ചർ പറഞ്ഞപ്പം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകത? ദൃഢമാണോ? അല്ല. അയവുള്ളതാണോ? അല്ല. ദൃഢവും അയവുള്ളതിൻ്റെയും കോമ്പിനേഷൻ ആണെന്നാണ് പറഞ്ഞത്. ദൃഢവും അയവുള്ളതിൻ്റെയും കോമ്പിനേഷൻ. അത് ഇതിനനുസരിച്ചാണ്. ഇപ്പം നമ്മുടെ ഒരു ഭരണഘടന ഭേദഗതി വരുത്തണമെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അയവുള്ളതായിട്ട് ചെയ്യാൻ പറ്റും. ചിലത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതാണ് ദൃഢം. ചിലത് ചെയ്യാൻ അതിയായ ബുദ്ധിമുട്ടുണ്ടാകും, അതിദൃഢം. അപ്പം അയവുള്ള ഒരു ഘടനയും നമ്മുടെ ഭരണഘടനയ്ക്കുണ്ട്, അതിദൃഢമായ ഒരു ഭരണഘടനയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ ഒരു ഭരണഘടന വഴക്കമുള്ളതും അതേപോലെ തന്നെ ദൃഢമായിട്ടുള്ള രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് തന്നെ പറയണം നമ്മുടെ ഭരണഘടനയെ പറ്റി പറയുവാണ്. അപ്പോൾ അയവുള്ള ഭേദഗതി എന്ന് പറഞ്ഞാൽ വാക്കിൽ തന്നെയുണ്ട് അയവ്. നമുക്ക് പെട്ടെന്ന് ഭേദഗതി ചെയ്യാൻ പറ്റും. അതായത് ഒരു ഭേദഗതി നിയമം നമ്മുടെ അവതരിപ്പിക്കുകയാണ്, സഭയിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ സഭയിൽ എത്ര പേരാ ഉള്ളത്? 100 പേരാ ഉള്ളത്. ഉദാഹരണമാണേ, 100 പേരല്ല, നമ്മുടെ ഇപ്പോൾ ഒരു സഭയിൽ 100 പേരാ ഉള്ളത്. അപ്പോൾ 51 പേർക്ക് ആ ഒരു ഭേദഗതി ബില്ല് ഇഷ്ടപ്പെട്ട്, കുഴപ്പമില്ല, ആ ഭേദഗതി ചെയ്യാം. 51 പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അതിനെയാണ് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതായത് പകുതിയിൽ കൂടുതൽ ആളുകൾ, ടോട്ടൽ എത്ര ആളുകളുണ്ടോ അതിൽ ഒരാളെങ്കിലും കൂടുതലുള്ളതിനെയാണ് കേവല ഭൂരിപക്ഷം. അപ്പോൾ 51 പേർക്ക് ആ ഒരു നിയമം ഇഷ്ടപ്പെട്ട്, അങ്ങനെ ഒരു ഭേദഗതി ഇഷ്ടപ്പെട്ട്, കുഴപ്പമില്ല, അവർ 51 പേര് അതിനെ സപ്പോർട്ട് ചെയ്തു എങ്കിൽ അത് ആ ഭേദഗതി ചെയ്യാനായിട്ട് പറ്റും. കേവല ഭൂരിപക്ഷം മാത്രമേ ആവശ്യമുള്ളൂ. ചില നിയമങ്ങൾക്ക് കേവല ഭൂരിപക്ഷം കൊണ്ട് നമുക്ക് ചില ഭേദഗതികൾ ചെയ്യാനായിട്ട് പറ്റും. അതിനെ അയവുള്ള ഭേദഗതി എന്ന് പറയാം. അപ്പം കേവല ഭൂരിപക്ഷം കൊണ്ട് നമുക്ക് പാസ്സാക്കാൻ പറ്റുന്ന ഭരണഘടനാ ഭേദഗതിനെ അയവുള്ള ഭരണഘടനാ ഭേദഗതി എന്ന് പറയാൻ പറ്റും. ഉദാഹരണമായിട്ടാണെങ്കിൽ സംസ്ഥാനങ്ങളുടെ പേരുമാറ്റൽ, ഉദാഹരണം പഠിച്ചിരിക്കണേ. അയവുള്ള ഭേദഗതിയിൽ വരുന്നത് ആദ്യത്തെയാണ് സംസ്ഥാനത്തിൻ്റെ പേരുമാറ്റം. ഇപ്പം കറണ്ട്ലി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നാണ്. അത് കേരളം എന്നാക്കാനായിട്ട് ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ കേരളം എന്നാക്കി. അതിന് ഭരണഘടന ഭേദഗതി ആവശ്യമാണ്. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു അനുച്ഛേദം 1 യൂണിയനും അതിൻ്റെ പ്രദേശം എന്ന് പറയുന്നുണ്ട്. അപ്പം കേരളത്തെ പറ്റി അതിനകത്ത് പറയുന്നുണ്ട്. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? കേരള എന്നാണ് പണ്ട് എഴുതിയിരിക്കുന്നത്. അത് തിരുത്തണം, അത് കേരളം എന്നാക്കണം. അപ്പോൾ ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏത് ഭേദഗതിയാണ് അതിനാവശ്യമായിട്ട് വരുന്നത്? ഈ അയവുള്ള ഭേദഗതിയാണ്. വലിയ കാര്യമൊന്നുമല്ല, ഒരു പേര് മാറ്റുന്നതല്ലേ, ഒത്തിരി ആൾക്കാരുടെ വലിയ സംഭവമൊന്നുമില്ല. ഒരു കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അത് നടക്കും. അതേപോലെ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ അതിര്, നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു അതിർത്തിയുണ്ട്. ഈ അതിർത്തി ഇപ്പം മാറ്റണം, ഒന്നെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് സ്ഥലം ഇങ്ങോട്ട് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം തമിഴ്നാടിന് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ടും ഈ പറഞ്ഞ പോലെ അയവുള്ള ഭേദഗതി മതി. ഇനി നമ്മുടെ പൗരത്വം, അതാണ് സംശയം തോന്നുന്നത്. പൗരത്വമൊക്കെ ഭേദഗതി ചെയ്യാനായിട്ട് നമുക്ക്
ഇച്ചിരി കട്ടിയാണെന്ന് തോന്നും, പക്ഷെ അങ്ങനെയില്ല. പൗരത്വം വളരെ എളുപ്പമായിട്ട് ഭേദഗതി ചെയ്യാനായിട്ട് പറ്റും ഗവൺമെന്റിന്. വളരെ എളുപ്പത്തിൽ ഭേദഗതി ചെയ്യാം പൗരത്വം. അപ്പം 3 കാര്യങ്ങൾ അയവുള്ള ഭേദഗതിയിൽ വരുന്നു. സംസ്ഥാനത്തിന്റെ പേര്, അതിർത്തി, പൗരത്വം. ഇനി അടുത്തത് ദൃഢമായ ഭേദഗതി. ദൃഢമായ ഭേദഗതി എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷം കൊണ്ടൊന്നും അത് നടക്കത്തില്ല. ഇപ്പം 100 പേരുണ്ടെങ്കിൽ 51 പേർക്ക് അത് താല്പര്യമാണെങ്കിൽ അത് നടക്കത്തില്ല. 51 മാത്രമേ താല്പര്യമുള്ളെങ്കിൽ നടക്കത്തില്ല. മിനിമം 75 പേർക്ക് വേണം. അതായത് 3/1 ഭൂരിപക്ഷം. 3/2 ഭൂരിപക്ഷം. 3/2 ഭൂരിപക്ഷം. സഭയിലുള്ള 3 പേരെ എടുക്കുമ്പോൾ അതിൽ 2 പേർക്ക് അതുമായിട്ട് അനുകൂലിക്കണം. അങ്ങനെ മാത്രമേ ഉള്ളൂ അത് നിയമമാകത്തുള്ളൂ. അങ്ങനെയുള്ളതിനെ നമുക്ക് പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയാം. പ്രത്യേക ഭൂരിപക്ഷം. അപ്പുറം എന്തായിരുന്നു? കേവല ഭൂരിപക്ഷമാണ്. ഇവിടെ പറയുന്നത് പ്രത്യേക ഭൂരിപക്ഷം. അതായത് 3/2 ഭൂരിപക്ഷം. 100 പേരെടുത്താൽ 75 ആളുകളെങ്കിലും മിനിമം അതിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അത് നിയമമായിട്ട് വരത്തുള്ളൂ. അങ്ങനെ ഭേദഗതി വേണ്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് ഭേദഗതി ചെയ്യണമെങ്കിൽ അത് ആവശ്യമാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഭേദഗതി ചെയ്യണമെങ്കിൽ അത് ആവശ്യമാണ്. അപ്പം ദൃഢമായിട്ടുള്ള ഭേദഗതി വരുന്നത് മൗലിക അവകാശങ്ങളും ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളും. നമ്മളൊരു ഭേദഗതി പഠിച്ചായിരുന്നു. ഏതായിരുന്നു? ഇപ്പം മേളിലൊരു ഭേദഗതി പഠിച്ചായിരുന്നല്ലോ, വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ ഭേദഗതി. 86ാമത് ഭേദഗതി. അത് മൗലിക അവകാശമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ മൗലിക അവകാശം ആഡ് ചെയ്ത ഭേദഗതി. അപ്പം 86ാമത്തെ ഭേദഗതി പാസ്സാകണമെങ്കിൽ ഏത് പ്രോസസ്സാണ്? ദൃഢമായ ഭേദഗതി. 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ അത് പാസ്സാവത്തുള്ളായിരുന്നു. അപ്പം 3/2 ഭൂരിപക്ഷം അവിടെ കിട്ടി. അതുകൊണ്ടാണ് 86ാമത്തെ ഭേദഗതി പാസ്സായി വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത്. അപ്പം മൗലിക അവകാശം നിർദ്ദേശക തത്വത്തിലൊക്കെ തുടരണമെങ്കിൽ എന്ത് വേണം? ദൃഢമായിട്ടുള്ള ഒരു ഭേദഗതി വേണം. അതായത് ഒരു പ്രത്യേക ഭൂരിപക്ഷം, 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. ഇനി അതിദൃഢമായെന്ന് വെച്ചാൽ അതിലും കട്ടിയാണ്. അതിദൃഢമായെന്ന് വെച്ചാൽ 3/2 ഭൂരിപക്ഷം വേണം. പക്ഷെ അത് മാത്രം പോരാ. 3/2 ഭൂരിപക്ഷം വേണം. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് വേണം? നമുക്ക് എത്ര സംസ്ഥാനമുണ്ടോ അതിൻ്റെ പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടെ വേണം. കേവലം ഈ പറഞ്ഞ പ്രത്യേക ഭൂരിപക്ഷം വേണം. ഇപ്പം 100-ൽ 75 ആളുകളുടെ സമ്മതം വേണം. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നമുക്ക് 28 സംസ്ഥാനങ്ങളാണുള്ളത്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോഴത്തേന് 14 സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടി ഉണ്ടെങ്കിലേ അത് പാസ്സാകത്തുള്ളൂ. അപ്പം എങ്ങനെയാണ് പറയുന്നത്? അതിദൃഢമായ ഭേദഗതി പാസ്സാകണമെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷം വേണം. 3/2 ഭൂരിപക്ഷം വേണം. അതിൻ്റെ ഒപ്പം എന്ത് വേണം? നമുക്ക് എത്ര സംസ്ഥാനമുണ്ടോ അതിൻ്റെ പകുതിയെങ്കിലും സംസ്ഥാനങ്ങളുടെ സപ്പോർട്ടൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭേദഗതി പാസ്സാകാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്തായിരിക്കും? സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കും അങ്ങനത്തെ ഭേദഗതി ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. നമുക്കറിയാം, നമ്മുടെ ലിസ്റ്റുകളെ പറ്റി പഠിച്ചതാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ഏത് ഭേദഗതി ആവശ്യമാണ്? ഈ പറഞ്ഞ അതിദൃഢമായിട്ടുള്ള ഭേദഗതി ആവശ്യമാണ്. ലിസ്റ്റുകളിൽ ഭേദഗതി വരുത്തണമെങ്കിൽ, അതായത് ലിസ്റ്റുകളെ പറ്റി പറയുന്ന ടേബിൾ ഏതായിരുന്നു? 7ാമത്തെ ടേബിളിലായിരുന്നു. അപ്പോൾ ആ ടേബിളിലൊക്കെ ഭേദഗതി വരുത്തണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ അതിദൃഢമായിട്ടുള്ള ഭേദഗതി വേണം. അതേപോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമമുണ്ട്. ജനപ്രാതിനിധ്യ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ലോകസഭ, രാജ്യസഭ അങ്ങോട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ യോഗ്യത, അയോഗ്യതയൊക്കെ പറയുന്ന നിയമങ്ങളാണ് ഈ ജനപ്രാതിനിധ്യ നിയമങ്ങൾ. അതിൽ തിരുത്തൽ വരുത്തണമെങ്കിലും എന്ത് വേണം? അതിദൃഢമായിട്ടുള്ള ഒരു ഭേദഗതി ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അതിദൃഢം. അപ്പോൾ 3 എണ്ണമാണ് അയവുള്ളത്. കേവല ഭൂരിപക്ഷം മതി. ഇനി ദൃഢമായത് പ്രത്യേക ഭൂരിപക്ഷം മതി. ഇനി അതിദൃഢമായത് പ്രത്യേക ഭൂരിപക്ഷം പ്ലസ് പകുതിയിൽ കുറയാത്ത മിനിമം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം. അതിൻ്റെ ഉദാഹരണങ്ങൾ കൂടി ഒന്ന് പഠിച്ചോണം കേട്ടോ. അപ്പം നമ്മുടെ നിയമനിർമ്മാണ വിഭാഗം എന്നൊരു വിഭാഗം തീർന്നിരിക്കുന്നു. ഇനി നമുക്ക് കാര്യനിർവഹണ വിഭാഗമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ നിയമനിർമ്മാണ വിഭാഗം എന്താണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള നിയമം നിർമ്മിക്കുന്നത് ആരാണ്? നിയമം നിർമ്മിക്കുന്നത് നിയമനിർമ്മാണ വിഭാഗമാണ്. അങ്ങനെ ആ നിയമനിർമ്മാണ വിഭാഗം നിർമ്മിക്കുന്ന നിയമങ്ങളും നയങ്ങളും അത് നടപ്പിലാക്കുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പം നിയമനിർമ്മാണ വിഭാഗം നിർമ്മിക്കുന്ന നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കുന്നത് ആരാണ്? കാര്യനിർവഹണ വിഭാഗമാണ്. അതേപോലെ തന്നെ നിർവഹണം, ദൈനംദിനമായിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? കാര്യനിർവഹണ വിഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യനിർവഹണത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല? നിർമ്മിക്കുന്ന നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കുക, ഭരണനിർവഹണം നടപ്പിലാക്കുക. ഇനി കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് രാഷ്ട്രപതിയാണ്. ആദ്യത്തെ ആളാരാണ്?
രാഷ്ട്രപതി. പിന്നെ അടുത്തയാൾ ആരാണ്? ഉപരാഷ്ട്രപതി. രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, പിന്നെ മന്ത്രിസഭയ്ക്ക് ഒരു തലവനുണ്ട്. ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും തലവൻ. അപ്പൊ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, മന്ത്രിസഭ പ്ലസ് വേറൊരാളൂടെ ഉണ്ട് ഉദ്യോഗസ്ഥ വൃന്ദം. കുറെ ഇതെല്ലാം ചെയ്യാനായിട്ടുള്ള ഉദ്യോഗസ്ഥരടങ്ങുന്നതിനെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? പഠിച്ചു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, മന്ത്രിസഭയുടെ തലവനായിട്ട് ആരുണ്ടാകും? പ്രധാനമന്ത്രി ഉണ്ടാകും. പിന്നെ ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടാകും. ഇപ്പൊ ഭരണഘടനയിൽ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് അറിയാവോ? കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ രാഷ്ട്രപതിയാണെന്നാണ് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഭരണഘടനയിൽ എന്താണ് എഴുതി വെച്ചേക്കുന്നത്? കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. പക്ഷെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ കയ്യിൽ നിയമപ്രകാരം ഒരു തോക്കുണ്ട്. പക്ഷെ രാഷ്ട്രപതിക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ആരുപയോഗിക്കും? നമ്മുടെ പ്രധാനമന്ത്രി ഉപയോഗിക്കും. ഭരണഘടനയിൽ പറയുന്നത് രാഷ്ട്രപതിയാണ് തലവൻ എന്നെങ്കിലും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആരാണ്? മന്ത്രിസഭയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാമമാത്രമായ തലവൻ, അതായത് പേരിന് മാത്രം, എല്ലാവരും ഡെമ്മി ആയിട്ട് വെക്കത്തില്ലേ, അതേപോലെ തന്നെ പേരിന് മാത്രമായിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് നാമമാത്രമായിട്ടുള്ള തലവൻ ആരറിയപ്പെടുന്നു? രാഷ്ട്രപതി അറിയപ്പെടുന്നു. കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? കാര്യനിർവഹണത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആര് തന്നെയാണ്? മന്ത്രിസഭയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ. അപ്പൊ നമുക്ക് കാര്യനിർവഹണ വിഭാഗത്തെ ഈ പറഞ്ഞ എല്ലാത്തിനെയും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം, രണ്ട് സ്ഥിര കാര്യനിർവഹണ വിഭാഗം. ഒന്ന് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്, രണ്ട് സ്ഥിരം എക്സിക്യൂട്ടീവ്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാര്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാര്. ഉപരാഷ്ട്രപതിയും വരും കേട്ടോ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാരൊക്കെയാണ് ഈ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ വരുന്നത്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവർ സ്ഥിരമായിട്ടില്ല. ഇവരെ എല്ലാം 5 വർഷത്തേക്ക് എടുക്കുന്നത്. 5 വർഷം കഴിയുമ്പോൾ ഇവർ പോകും. ഇവർ വീണ്ടും തിരഞ്ഞെടുത്താൽ വീണ്ടും വരാം. പക്ഷേ 5 വർഷം ഇവർക്ക് കാലാവധിയുള്ളൂ. അതുകൊണ്ട് അവരെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കും. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാര്, ഉപരാഷ്ട്രപതിയൊക്കെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് വരും. ഇനി സ്ഥിരം എക്സിക്യൂട്ടീവ് നമ്മൾ പറഞ്ഞു ഉദ്യോഗസ്ഥർ. ഉദ്യോഗസ്ഥർ എന്താണ്? സ്ഥിരം എക്സിക്യൂട്ടീവ് ആണ്. അവർക്ക് 5 വർഷ കാലാവധിയോ അല്ലെങ്കിൽ 10 വർഷ കാലാവധിയാണോ? ആണോ? അല്ല. അവർക്ക് റിട്ടയർഡ് ആകുന്നിടം വരെ ആ ജോലി ചെയ്യാം. സ്ഥിരമായിട്ട് അവരവിടെ കാണും. അതുകൊണ്ടാണ് അവരെ സ്ഥിര എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ ഉദ്യോഗസ്ഥ വൃന്ദം അല്ലാതെ ബാക്കി എല്ലാവരും രാഷ്ട്രീയ എക്സിക്യൂട്ടീവും. ഉദ്യോഗസ്ഥ വൃന്ദം എന്താണ്? സ്ഥിര എക്സിക്യൂട്ടീവാണ്. അവർക്ക് 5 വർഷ കാലാവധി ഇല്ല. അവർ സ്ഥിരം അവിടെയുണ്ട്. റിട്ടയർ ആകുന്നിടം വരെ അവർ അവിടെയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഖിലേന്ത്യാ സർവീസിലുള്ള ആളുകളുണ്ട്. നമ്മൾ പറഞ്ഞ IPS, IPS, IAS, IFOS അവരൊക്കെ അഖിലേന്ത്യാ സർവീസ് ഉണ്ട്. പിന്നെ കേന്ദ്ര സർവീസ് ഉണ്ട്. കേന്ദ്രത്തിലെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, റെയിൽവേ, അങ്ങനെ ഓരോ കേന്ദ്രത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടുത്തെ സർക്കാർ ജോലിക്കാരുണ്ടാകും. പിന്നെ ഓരോ സംസ്ഥാനം, ഇപ്പം നമ്മളൊക്കെ പഠിച്ച് ജോലിക്കാരായി കഴിഞ്ഞാൽ നമ്മൾ സംസ്ഥാന സിവിൽ സർവീസിന്റെ ഭാഗമാണ്. അതായത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നമ്മളും വരും. അപ്പോൾ സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിലാണ് സർക്കാർ ജോലിക്കാരൊക്കെ വരുന്നത്. ഇനി നമ്മുടെ ഈ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. നമുക്കറിയാലോ, ഞാൻ പറഞ്ഞു പേരിന് മാത്രം ഒരാളുണ്ട്. ഭരണഘടന പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു പേരുദോഷത്തിന് മാത്രം വരുന്ന ഒരാളാണ് രാഷ്ട്രപതി. അതുകൊണ്ട് നാമമാത്രമായ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടും. ഇനി യഥാർത്ഥ എക്സിക്യൂട്ടീവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാണ്? പ്രധാനമന്ത്രി നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ്. അപ്പം യഥാർത്ഥ എക്സിക്യൂട്ടീവ് ഏതാണ്? മന്ത്രിസഭയാണ്. അപ്പം രണ്ടായിട്ട് തിരിക്കാം. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്, സ്ഥിര എക്സിക്യൂട്ടീവ്. ഈ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. നാമമാത്രമായ എക്സിക്യൂട്ടീവ് അതാരായിരിക്കും? രാഷ്ട്രപതി ആയിരിക്കും. യഥാർത്ഥ എക്സിക്യൂട്ടീവ് ആരായിരിക്കും? മന്ത്രിസഭയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം പഠിക്കാം. ആരൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്നത്? രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭയുണ്ട്. രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, മന്ത്രിമാരുൾപ്പെടുന്ന, പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭയുണ്ട്. അത്രയാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ ഈ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അല്ല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ഭരണഘടനാ പ്രകാരം തലവൻ ആരാണ്? അത് രാഷ്ട്രപതിയാണ് തലവൻ. പക്ഷേ രാഷ്ട്രപതി ഈ പറയുന്ന മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം വേണം പ്രവർത്തിക്കാൻ. പക്ഷെ അദ്ദേഹം ആരുടെ ഉപദേശപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്? മന്ത്രിസഭയുടെ. കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതി. പക്ഷെ പുള്ളി ആരുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കണം? മന്ത്രിസഭയുടെ. പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പം നമ്മുടെ ഒരു രാജ്യമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം
അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വര വരയ്ക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ് വര വരയ്ക്കേണ്ടത്. പക്ഷേ എവിടെ വരയ്ക്കണമെന്ന് തീരുമാനിക്കുന്ന ആരാണ്? മന്ത്രിസഭയാണ്. ഭരണഘടന പ്രകാരം വര വരയ്ക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പക്ഷെ അത് എവിടെ വരയ്ക്കണമെന്ന് തീരുമാനിക്കുന്ന ആരാണ്? മന്ത്രിസഭയാണ്. അപ്പം മനസ്സിലായല്ലോ, പേരിന് മാത്രമേ ഉള്ളൂ പുള്ളി, കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? മന്ത്രിസഭ ചെയ്യും. ഇനി അടുത്തത് നമ്മുടെ പ്രസിഡന്റിനെ പറ്റി പഠിക്കാം. രാഷ്ട്രപതി എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി ആകാനെങ്കിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ എത്ര വയസ്സുണ്ടായിരിക്കണം? 35 വയസ്സ് കുറഞ്ഞതുണ്ടായിരിക്കണം. 35 വയസ്സ്. അപ്പം നമ്മൾ 3 വയസ്സ് പഠിച്ചു. ലോകസഭയിൽ 25 വയസ്സ്, രാജ്യസഭയിൽ 30 വയസ്സ്, ഈ പറയുന്ന രാഷ്ട്രപതിയാകാൻ 35 വയസ്സ്. 35 വയസ്സ് മാത്രം പോരാ, 35 വയസ്സ് പ്ലസ് ഇന്ത്യൻ പൗരനായിരിക്കണം. 2 യോഗ്യതകളാണ്. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. പിന്നെ എന്തായിരിക്കണം? ഇന്ത്യൻ പൗരനായിരിക്കണം. അടുത്തത് ഇനി രാഷ്ട്രപതിനെ തെരഞ്ഞെടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഇലക്ടറൽ കോളേജ് എന്ന് പറയാം. രാഷ്ട്രപതിനെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? ജനങ്ങൾ നേരിട്ടാണോ? അല്ല, ഒരു ഇലക്ടറൽ കോളേജ് എന്ന് പേരുള്ള ഒരു സംവിധാനമാണ് അത് ചെയ്യുന്നത്. ഇലക്ടറൽ കോളേജ്. അതിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിൽ ലോകസഭ, അതേപോലെ തന്നെ രാജ്യസഭ, അതേപോലെ തന്നെ നിയമസഭ, ഓരോ സംസ്ഥാനത്തിൻ്റെ നിയമസഭ. ഇവിടുന്നെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതായത് നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. നിർബന്ധമാണ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ലോകസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത്. അപ്പം മൊത്തം ആളുകളും വരും. രാജ്യസഭയിലെ 12 പേരെ തിരഞ്ഞെടുക്കുകയല്ല, നോമിനേറ്റ് ചെയ്യുക. അപ്പം അവർക്ക് ഇതിനകത്ത് പങ്കെടുക്കാനായിട്ട് സാധിക്കത്തില്ല. നിയമസഭയിലെ എല്ലാവരെയും തിരഞ്ഞെടുക്കുകയാണ്. അപ്പം അവർക്കും ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റും. അപ്പം ലോകസഭ, രാജ്യസഭ, നിയമസഭ, ഇവിടുത്തെ തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളുടെ ഒരു ഗ്രൂപ്പ്, അതിനെയാണ് പറയുന്നത് ഇലക്ടറൽ കോളേജ്. ഈ ഇലക്ടറൽ കോളേജാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി നമ്മുടെ പ്രസിഡന്റിന്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് പ്രസിഡന്റിന്റെ കാലാവധി. 5 വർഷം. 5 വർഷം കഴിയുമ്പോഴത്തേന് പുതിയ ആളെ തിരഞ്ഞെടുക്കും. ഇയാൾക്ക് തന്നെ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, വീണ്ടും തിരഞ്ഞെടുക്കണം. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷത്തിൽ കൂടുതൽ പറ്റത്തില്ല. അപ്പം രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട കടമകൾ: പാർലമെന്റിന്റെ യോഗങ്ങൾ വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക. രാജ്യസഭ പിരിച്ചുവിടാൻ പറ്റുമോ? ഇല്ല, രാജ്യസഭ പിരിച്ചുവിടാൻ പറ്റത്തില്ല. കാരണം എന്താണ്? രാജ്യസഭ സ്ഥിരസഭയാണ്. ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക. പിന്നെ എന്താണ്? സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക. 3 നിയമനങ്ങൾ പഠിച്ചേ. ഏതൊക്കെയാണ്? മന്ത്രിമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഇനി സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓരോ സംസ്ഥാനത്തെയും ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നാൽ ആരാണ് പ്രഖ്യാപിക്കുന്നത്? രാഷ്ട്രപതിയാണ് പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി നമ്മുടെ പ്രതിരോധ സേനകൾ ഏതൊക്കെയാണ്? ആർമി, നേവി, എയർഫോഴ്സ്. ഇതിൻ്റെയൊക്കെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡന്റാണ്, രാഷ്ട്രപതിയാണ്. സർവ്വസൈന്യാധിപൻ ആരാണ്? പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിക്ക് കീഴിലുള്ള ഉപരാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത്. അത് മാത്രമല്ല, രാഷ്ട്രപതി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ ചാർജ് വഹിക്കുന്നതും ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ഇല്ലാതെ വന്നാൽ രാഷ്ട്രപതിയുടെ ചാർജ് കൈകാര്യം ചെയ്യുന്നതും ഉപരാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. അതേപോലെ തന്നെ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി ആ ചുമതലകളും നിർവഹിക്കണം. ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തേതെന്ന് വെച്ചാൽ രണ്ടും ഒന്ന് തന്നെ. രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ അത് രാജേന്ദ്ര പ്രസാദ് ആണ്. ഈ കാണുന്ന രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യത്തെ രാഷ്ട്രപതി. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഭരണത്തലവൻ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണത്തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയാണ്. കാര്യനിർവഹണത്തിന്റെ തലവൻ ആരായിരുന്നു? അത് നമ്മുടെ രാഷ്ട്രപതിയായിരുന്നു. പക്ഷെ ഭരണത്തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇനി ആരാണ് പ്രധാനമന്ത്രിയാകുന്നത്? നമ്മുടെ ലോകസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനകത്ത് ഏറ്റവും ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടി അല്ലെങ്കിൽ മുന്നണി, ഇപ്പോൾ ഒരു BJP എന്നൊരു പാർട്ടി തന്നെ ഭൂരിപക്ഷം നേടുന്നുണ്ടെങ്കിൽ BJPയിലെ നേതാവിനായിരിക്കും, BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയിലെ നേതാവായിരിക്കും
പ്രധാനമന്ത്രിയായിട്ട് മാറുന്നത്. ഇപ്പം BJP തന്നെയാണോ? അല്ല, BJPയുടെ കൂടെ അവരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. അങ്ങനെ അവർക്കാണ് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്. NDA, ഇപ്പം ഇന്ത്യയിൽ NDA എന്ന് പറയുന്ന ഗവൺമെൻറ് ആണ്. അപ്പോൾ NDA സർക്കാരാണ്. അപ്പോൾ NDAയുടെ ആ ഒരു മുന്നണിയുടെയും തലവൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളിനെയാണ് അവരുടെ നേതാവ്, ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയോ മുന്നണിയിലെയോ നേതാവാണ് പ്രധാനമന്ത്രിയായിട്ട് മാറുന്നത്. അപ്പം പ്രധാനമന്ത്രിയുടെ പ്രധാന ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസഭ രൂപീകരിക്കുക, മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുക. അതൊക്കെ ആരാണ് ചെയ്യുന്നത്? പ്രധാനമന്ത്രിയാണ്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരു മന്ത്രിസഭ തെരഞ്ഞെടുത്ത് വന്നു, അവർ ഒരു മന്ത്രിമാരുടെ ഒരു സഭ രൂപീകരിക്കണം. ആ ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നതും ഇനി മന്ത്രിസഭയിലേക്കും ക്യാബിനറ്റിലേക്കും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. ഇനി ഏതെങ്കിലും മന്ത്രിമാരെ നിശ്ചയിച്ചിട്ട് അവരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തണമെങ്കിലും അവരെ പിരിച്ചുവിടണമെങ്കിലും അതേപോലെ തന്നെ ക്യാബിനറ്റിലേക്കോ മന്ത്രിസഭയിലേക്കോ ആരെങ്കിലും ഉൾപ്പെടുത്തണമെങ്കിലും ഒഴിവാക്കണമെങ്കിലും അതിനെല്ലാം അധികാരം ആർക്കാണ്? പ്രധാനമന്ത്രിക്കാണ്. ക്യാബിനറ്റും മന്ത്രിസഭയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ അധികാരങ്ങളും ആർക്കാണ്? പ്രധാനമന്ത്രിക്കാണ്. ഇനി നമ്മുടെ 3 കാര്യങ്ങൾ: ഒന്ന് രാഷ്ട്രപതി, പിന്നെ മന്ത്രിസഭ, പാർലമെന്റ്. രാഷ്ട്രപതിയുണ്ട്, മന്ത്രിസഭയുണ്ട്, പാർലമെന്റ് ഉണ്ട്. ഇവരെയൊക്കെ തമ്മിൽ ഇവരെയെല്ലാം കണക്ട് ചെയ്ത് നിർത്തുന്നത് ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയാണ്. രാഷ്ട്രപതി, മന്ത്രിസഭ, പാർലമെന്റ് ഇവരെ കണക്ട് ചെയ്യുന്ന ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയാണ്. ഇനി പ്രധാനമന്ത്രിക്ക് സാധാരണഗതിയിൽ 5 വർഷ കാലാവധിയിലേക്കാണ് പ്രധാനമന്ത്രി തുടരുന്നത്. ഇനി 5 വർഷത്തിന് മുമ്പായിട്ട് ഇപ്പം ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയാണല്ലോ, അവിടുത്തെ നേതാവാണല്ലോ പ്രധാനമന്ത്രിയാകുന്നത്. അപ്പോൾ ഈ ഭൂരിപക്ഷം ഈ ഒരു 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴേലും നഷ്ടപ്പെട്ട, അതായത് ഈ പാർട്ടിയിലുള്ളവരെ കുറേ ആളുകൾ രാജിവെച്ച് പോകുകയോ അവർ പാർട്ടി മാറുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭൂരിപക്ഷം നഷ്ടപ്പെടും. അങ്ങനെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രാഷ്ട്രപതി എന്ത് ചെയ്യണം? രാജി സമർപ്പിക്കണം. ആർക്ക് രാജി സമർപ്പിക്കണം? രാഷ്ട്രപതിക്ക് രാജി സമർപ്പിക്കണം. ഏതെങ്കിലും ഒരു കാരണവശാൽ ലോകസഭയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് രാജി സമർപ്പിക്കണം പ്രധാനമന്ത്രി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് മന്ത്രിസഭയുടെ ചുമതലകൾ പഠിക്കാം. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരൊരു മന്ത്രിസഭ രൂപീകരിക്കും. ആ ഒരു മന്ത്രിസഭയുടെ പ്രധാന കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് രാജ്യത്തിൻ്റെ ഭരണം നടത്തുക. രാജ്യത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നത് ആരായിരിക്കും? മന്ത്രിസഭയായിരിക്കും. അതേപോലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ, നിയമം നിർമ്മിക്കുന്ന കാര്യനിർവഹണ വിഭാഗം, അതുമായിട്ട് ബന്ധപ്പെട്ട അനുമതി നൽകുന്നതും എല്ലാം ചെയ്യുന്നത് ആരാണ്? മന്ത്രിസഭയാണ്. അപ്പം മന്ത്രിസഭയാണ്. നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ആരാണ്? മന്ത്രിസഭയാണ്. ഇനി അടുത്തത് ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുന്ന ആരാണ്? നമ്മുടെ ദേശീയം, അതായത് നമ്മുടെ രാജ്യത്തിനകത്തെ ഓരോ നയങ്ങളും വിദേശമായിട്ടുള്ള നയങ്ങളും രൂപീകരിക്കുന്നത് ആരാണ്? മന്ത്രിസഭയാണ്. ഇനി അടുത്തത് വിവിധ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമ്മുടെ പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആരാണ്? മന്ത്രിസഭയാണ്. അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആരാണ്? മന്ത്രിസഭയാണ്. ഇനി അടുത്തത് എന്താണ്? നമ്മുടെ ഈ അവതരിപ്പിക്കുന്ന ബില്ലുകളും ഓർഡിനൻസുകളും ഒക്കെ അതിൻ്റെയൊക്കെ കരട് രൂപം തയ്യാറാക്കാൻ നേതൃത്വം നൽകുന്നത് ആരാണ്? ഈ പറഞ്ഞ മന്ത്രിസഭയാണ്. അത് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അതിന് നേതൃത്വം നൽകുന്നത് ആരാണ്? നമ്മുടെ ഈ മന്ത്രിസഭയാണ്. ഭരണപരവും ക്ഷേമപരവുമായ മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുന്നതും ഇവരുടെ പ്രധാനപ്പെട്ട കടമകളാണ്. എന്തൊക്കെയാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ, പ്രവർത്തനങ്ങൾ, പിന്നെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, നയങ്ങൾ, അതെല്ലാം നിർവഹിക്കുന്നത് ആരായിരിക്കും? മന്ത്രിസഭയായിരിക്കും. ഇതൊക്കെയാണ് മന്ത്രിസഭയുടെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ചുമതലകൾ. ഇനി അടുത്തത് സ്ഥിര കാര്യനിർവഹണ വിഭാഗം, അതായത് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ പറ്റിയാണ് പറയുന്നത്. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഉദ്യോഗസ്ഥരാണ്. ഓരോ നയങ്ങളും നിയമങ്ങളും ഒക്കെ ഇവരുണ്ടാക്കുന്നു. ഈ ഉണ്ടാക്കുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാരും ഒക്കെ വന്ന് ഈ പരിപാടികളെല്ലാം നടത്തും. ഒരു പദ്ധതി എല്ലാം പ്രഖ്യാപിക്കാനും അതിനുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. പക്ഷെ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലോട്ട് അതെത്തണമെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തണം. അതാരാണ് നടത്തുന്നത്? ഈ മന്ത്രിസഭയോ പ്രധാനമന്ത്രിയോ കുറച്ച് ആളുകളോ വിചാരിച്ച് നടത്തുമോ? ഇല്ല. അതിനൊരു വലിയൊരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ആവശ്യമുണ്ട്. അപ്പം ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഈ ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഇനി നമ്മുടെ ബഡ്ജറ്റ്, ബില്ലുകൾ, അതൊക്കെ അതിനൊക്കെ നേതൃത്വം നൽകുന്നത് ഈ പറഞ്ഞ നിയമനിർമ്മാണ വിഭാഗമാണെങ്കിലും അത് എഴുതി രൂപീകരിക്കുന്നത് ആരാണ്? ഈ പറയുന്ന നമ്മുടെ ബ്യൂറോക്രസി, അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. മറ്റേ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഇംഗ്ലീഷാണ് ബ്യൂറോക്രസി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബില്ലുകളും ബഡ്ജറ്റും ഒക്കെ തയ്യാറാക്കുന്നത് ആരാണ്?
ഈ പറഞ്ഞ ബ്യൂറോക്രസിയാണ്. അപ്പോൾ ഇവർ ബ്യൂറോക്രസി, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, നമുക്ക് എല്ലാവരും ഇങ്ങനെ ബ്യൂറോക്രസി ആകാൻ പഠിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ യോഗ്യത എന്താണെന്ന് വെച്ചാൽ, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ യോഗ്യത എന്താണെന്ന് വെച്ചാൽ, അവരെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നവരാണ്? യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ് യോഗ്യത. ഇപ്പം നമ്മളൊരു പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് യോഗ്യത അനുസരിച്ചല്ലേ പരീക്ഷ നടക്കുന്നത്. 10ാം ക്ലാസ്, അല്ലെങ്കിൽ +2, അല്ലെങ്കിൽ ഡിഗ്രി, അല്ലെങ്കിൽ 7ാം ക്ലാസ്, അങ്ങനെ ഓരോ യോഗ്യത അനുസരിച്ച് മത്സര പരീക്ഷ, PSC പോലെയുള്ള മത്സര പരീക്ഷകൾ എഴുതി പിന്നെ എന്ത് ചെയ്യും? ട്രെയിനിങ് കിട്ടി വരുന്നവരാണ് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷയിലൂടെ ട്രെയിനിങ് ഒക്കെ ലഭിച്ച വളരെ കാര്യക്ഷമതയുള്ള ആളുകളാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. റിട്ടയർമെൻറ്റ് കാലം വരെ ജോലി ചെയ്യാവുന്നത് കൊണ്ട് അവരെ എന്ത് വിളിക്കും? സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കും. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് നീതിന്യായ വിഭാഗമാണ്. കോടതി നീതിന്യായ വിഭാഗം. എന്താണ് നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത്? നമ്മുടെ നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, ഇവർക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇവർ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നും അതേപോലെ തന്നെ അവർ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കോടതികളാണ്. ഈ രണ്ട് വിഭാഗങ്ങൾ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു, അല്ലെങ്കിൽ അവരെ തടയുന്നു. ഭരണഘടനയ്ക്കെതിരായിട്ട് അവർ ചെയ്യാൻ പോയാൽ അവരെ തടയുന്നതും ആരാണ്? കോടതിയാണ്. ഇനി കോടതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. അതിനൊപ്പം തന്നെ ഭരണഘടനയുടെ മൂല്യങ്ങളെ സംരക്ഷിക്കാനായിട്ടും കോടതി ബാധകമാണ്. എന്ന് പറഞ്ഞാൽ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള എന്തെങ്കിലും വന്നാൽ, ഏതെങ്കിലും നിയമങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ കോടതി അതിനെ അസാധുവാക്കുന്നില്ലേ? അപ്പോൾ ഭരണഘടനയുടെ കാവലാളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് കോടതി എന്ന് പറയുന്നത്. അപ്പം ജുഡീഷ്യറിയെ എന്ത് വിളിക്കും? ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് ജുഡീഷ്യറിയാണ്. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് ജുഡീഷ്യറിയാണ്. ഈ ഒരു ഫിഗർ നോക്കിക്കേ. നമുക്ക് ഏറ്റവും വലിയൊരു കോടതിയുണ്ട്, പരമോന്നത കോടതിയുണ്ട്. അതെന്താണ്? സുപ്രീം കോടതിയാണ്. ഏറ്റവും വലിയ കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ കീഴിൽ ഓരോ സംസ്ഥാനത്തും എന്തുണ്ട്? ഹൈക്കോടതികളുണ്ട്. ഓരോ സംസ്ഥാനത്തും ഹൈക്കോടതികളുണ്ട്. സുപ്രീം കോടതി ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെ കീഴിൽ ഹൈക്കോടതികളുണ്ട്. പിന്നെ അതിൻ്റെയും താഴെ ജില്ലാ കോടതികൾ ഉണ്ട്. അതും അനേകം ജില്ലാ കോടതികളുണ്ട്. ജില്ലാ കോടതികളുടെ താഴെ അനേകം കീഴ്ക്കോടതികളുണ്ട്. അപ്പം നോക്കി, മേളിൽ നിന്നും താഴോട്ട് പോകും തോറും എന്താണ് സംഭവിക്കുന്നത്? കോടതിയുടെ അധികാരം കുറയും. അതായത് സുപ്രീം കോടതിയുടെ അധികാരം താഴോട്ട് വരുന്ന കീഴ്ക്കോടതിക്കുണ്ടോ? സുപ്രീം കോടതിയുടെ അധികാരം ജില്ലാ കോടതിക്കുണ്ടോ? ഹൈക്കോടതിക്കുണ്ടോ? ഇനി ഹൈക്കോടതിയുടെ അധികാരം താഴെയുള്ള ജില്ലാ കോടതിക്കുണ്ടോ? ജില്ലാ കോടതിയുടെ അധികാരം താഴെയുള്ള കീഴ്ക്കോടതിക്കുണ്ടോ? അപ്പം താഴോട്ട് പോകും തോറും, ഈ ഒരു സ്ട്രക്ചർ താഴോട്ട് പോകും തോറും അധികാരം കുറയുന്നു. പക്ഷേ കോടതിയുടെ എണ്ണം എന്താണ്? കൂടുന്നു. അപ്പം സുപ്രീം കോടതി ഒരെണ്ണേ ഉള്ളൂ. ഹൈക്കോടതി വരുമ്പോൾ 28ന് മുകളിൽ ഹൈക്കോടതികളുണ്ട്. പിന്നെ ജില്ലാ കോടതി വരുമ്പോൾ അത് അനേക എണ്ണമായി മാറുന്നു. കീഴ്ക്കോടതി എണ്ണമായിട്ട് മാറുന്നു, അനേക എണ്ണമായിട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേന് കോടതികളുടെ എണ്ണം കൂടുകയും കോടതികളുടെ അധികാരം കുറയുകയും ചെയ്യുന്നു. ഇനി അടുത്തത് നമുക്ക് സുപ്രീം കോടതിയെ പറ്റി പഠിക്കാം. സുപ്രീം കോടതി നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കോടതി ഏതാണെന്ന് ചോദിച്ചാൽ, നീതിപീഠം ഏതാണെന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജാനുവരി മാസം 28-ാം തീയതിയാണ്. 1950 ജാനുവരി മാസം 28-ാം തീയതിയാണ് നമ്മുടെ ഈ സുപ്രീം കോടതി നിലവിൽ വരുന്നത്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹി ആണ് ആസ്ഥാനം. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. സുപ്രീം കോടതിയിൽ ആരൊക്കെയുണ്ട്? ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട്. ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട്. ചീഫ് ജസ്റ്റിസ് അത് ഒരാളേ ഉള്ളൂ. ചീഫ് ജസ്റ്റിസ് ഒരാൾ. അയാളുടെ താഴെ അനേകം ജഡ്ജിമാരും ഉണ്ട്. ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട്, അയാളുടെ താഴെ ജഡ്ജിമാരും ഉണ്ട്. ഈ ജഡ്ജിമാരുടെ കാലാവധിയൊക്കെ എത്രയാണെന്ന് ചോദിച്ചാൽ 65 വയസ്സാകുന്നവർ വരെ ജഡ്ജിയായിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റും. സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ 65 വയസ്സാണ് ജഡ്ജിമാരുടെ കാലാവധി. ഇനി ജഡ്ജിമാരെ ഈ കാലാവധിക്ക് മുമ്പായിട്ട് നീക്കം ചെയ്യണമെങ്കിൽ, കാലാവധിക്ക് മുമ്പായിട്ട് അവരെ പുറത്താക്കണമെങ്കിൽ അതിൻ്റെ അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് പാർലമെൻറ്റിനാണ്. ആർക്കേ പറ്റുള്ളൂ ഈ ജഡ്ജിമാരെ പുറത്താക്കാൻ? ആർക്കേ പറ്റുള്ളൂ? പാർലമെൻറ്റിന് മാത്രമേ പറ്റുള്ളൂ. പാർലമെൻറ്റിന് മാത്രമേ പറ്റത്തുള്ളൂ. പാർലമെൻറ്റ് ചുമ്മാ ഒരാളെ പുറത്താക്കാനായിട്ട് പറ്റത്തില്ല. ഈ ജഡ്ജ് ഭരണഘടനാ വിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ മാത്രം പാർലമെൻറ്റിന് അവരെ, ആ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും.
ഇനി ഈ ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും ഉണ്ടല്ലോ, അവരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആരുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? രാഷ്ട്രപതിയുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇനി അടുത്തത്, സുപ്രീം കോടതിക്ക് 5 അധികാരങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 1 ഉദ്ഭവ അധികാരം, 2 അപ്പീൽ അധികാരം, 3 ഉപദേശ അധികാരം, 4 റിട്ട് അധികാരം, 5 പുനരവലോകന അധികാരം. 5 പേരും കാണാതെ പഠിക്കണം, അതെന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഏതൊക്കെയാണ് പറയുന്നത്? 1 ഉത്ഭവ അധികാരം, 2 അപ്പീൽ അധികാരം, 3 ഉപദേശ അധികാരം, 4 റിട്ട് അധികാരം, 5 പുനരവലോകന അധികാരം. ഉത്ഭവ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ചില പ്രത്യേക തരം കേസുകൾ ഈ സുപ്രീം കോടതിക്ക് മാത്രമേ ഇടപെടാൻ സാധിക്കത്തുള്ളൂ. ചില പ്രത്യേക കേസുകൾ സുപ്രീം കോടതിക്ക് മാത്രമേ ഇടപെടാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മുല്ലപ്പെരിയാർ വിഷയം, നമ്മുടെ വലിയൊരു വിഷയമല്ലേ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഈ ഒരു വിഷയം ആരൊക്കെ തമ്മിലാണ്? കേരളം അതേപോലെ തമിഴ്നാടും തമ്മിലാണ് ഈ വിഷയം നടക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുണ്ടല്ലോ, ഈ കേസ് ഏത് കോടതി കൈകാര്യം ചെയ്യും? കേരളത്തിൻ്റെ ഹൈക്കോടതി ചെയ്യുമോ തമിഴ്നാടിൻ്റെ ഹൈക്കോടതി ചെയ്യുമോ? കേരളത്തിൻ്റെ ഹൈക്കോടതി ചെയ്ത കേരളത്തിന് അനുകൂലമായിട്ടുള്ള വിധി വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. തമിഴ്നാടിൻ്റെ കോടതി ചെയ്ത തമിഴ്നാടിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിക്കൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അത് ആർക്കേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ സുപ്രീം കോടതിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സുപ്രീം കോടതിക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് സുപ്രീം കോടതിയുടെ ഉത്ഭവ അധികാരമായിട്ട് പറയുന്നത്. അപ്പം ക്ലിയർ ആയല്ലോ? സുപ്രീം കോടതിക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളെ ഉത്ഭവ അധികാരത്തിൽ പറയും. അതേതൊക്കെയാണ്? കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഇനി അടുത്തത്, അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. അപ്പോൾ ഓരോ കീഴ്ക്കോടതികൾ അവിടുത്തെ വിധിക്ക് ശേഷം നമുക്ക് അപ്പീൽ കൊടുത്ത് എവിടം വരെ പോകാനായിട്ട് പറ്റും? സുപ്രീം കോടതി വരെ പോകാനായിട്ട് പറ്റും. അപ്പോൾ അപ്പീൽ ഏത് കീഴ്ക്കോടതിയിലുള്ള കേസുകളും അപ്പീലിലൂടെ പരിഗണിക്കാൻ ആർക്ക് സാധിക്കും? നമ്മുടെ സുപ്രീം കോടതിക്ക് സാധിക്കും. സുപ്രീം കോടതിക്ക് മുകളിൽ ഒരു അപ്പീൽ കൊടുക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. ഏറ്റവും അവസാനത്തെ അപ്പീൽ കോടതി ഏതാണ്? സുപ്രീം കോടതി. അപ്പോൾ അപ്പീലുമായിട്ട് ബന്ധപ്പെട്ട് ഈ അപ്പീൽ പരിഗണിക്കാനുള്ള കോടതിയുടെ അധികാരത്തെ അപ്പീൽ അധികാരം എന്ന് പറയും. അപ്പോൾ ഏത് കോടതിയുടെ കീഴിലുള്ള കേസുകളും അത് അപ്പീലിലൂടെ കൈകാര്യം ചെയ്യാൻ ആർക്ക് പറ്റും? സുപ്രീം കോടതിക്ക് പറ്റും. ഇനി അടുത്തത്, മൂന്നാമത്തെ, ഉപദേശ അധികാരം. നമ്മുടെ രാഷ്ട്രപതിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലൊരു സംശയമോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കോടതിയോട് ചോദിക്കുകയാണ്, കോടതിയോട് ആവശ്യപ്പെടും, എനിക്ക് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഉപദേശം വേണം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ആ ഉപദേശം കൊടുക്കണം. അത് സുപ്രീം കോടതിയുടെ ബാധ്യതയാണ്. അപ്പോൾ രാഷ്ട്രപതി ഏതെങ്കിലും വിഷയത്തിൽ നിയമസഹായം അല്ലെങ്കിൽ നിയമ ഉപദേശം ചോദിച്ചാൽ ഉപദേശിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. അതാണ് ഉപദേശാധികാരം. ഉപദേശാധികാരം എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക. ആരെ ഉപദേശിക്കുക? രാഷ്ട്രപതിയെ ഉപദേശിക്കുക. രാഷ്ട്രപതി പറയുന്ന കാര്യത്തിന് രാഷ്ട്രപതിക്ക് ഉപദേശം നൽകുക. ഏത് വിഷയത്തിലാണോ രാഷ്ട്രപതിയെ ഉപദേശിക്കേണ്ടത് ആ ഉപദേശിക്കുക. രാഷ്ട്രപതിയെ ഉപദേശിച്ചെന്ന് വെച്ച് രാഷ്ട്രപതിക്ക് അത് അനുസരിക്കണമെന്നില്ല. അനുസരിക്കാം, അനുസരിക്കാതിരിക്കാം. പക്ഷെ രാഷ്ട്രപതി ആവശ്യപ്പെട്ടാൽ രാഷ്ട്രപതിനെ ഉപദേശിക്കണം. ഇനി അടുത്തത് റിട്ട് അധികാരമാണ്. അതായത് നമുക്ക് സാധാരണ ഒരു കേസുമായിട്ട് അപ്പീൽ കൊടുത്ത് സുപ്രീം കോടതിയിൽ പോകാം. ഇപ്പോൾ ഒരു തല്ലുപിടി കേസ് നടന്നു, രണ്ടുപേര് തമ്മിൽ തല്ലുപിടി നടന്നു. നേരെ ചെന്നിട്ട് നമുക്ക് സുപ്രീം കോടതിയിലോട്ട് കേസ് കൊടുക്കാൻ പറ്റും? ഇല്ല. നമുക്ക് ആദ്യം കീഴ്ക്കോടതി കൊടുക്കും, ഹൈക്കോടതി പോവും, അപ്പീൽ കൊടുത്ത് വീണ്ടും സുപ്രീം കോടതിയിലോട്ട് പോകാം. അങ്ങനെയല്ലാതെ നേരിട്ട് സുപ്രീം കോടതി പോകാൻ പറ്റുന്ന കേസുകളുണ്ട്. അതാണ് മൗലിക അവകാശങ്ങളുടെ ലംഘനം. നമുക്ക് ഭരണഘടന കുറച്ച് മൗലിക അവകാശങ്ങൾ തരുന്നുണ്ട്. ആ മൗലിക അവകാശങ്ങളെ ആരെങ്കിലും ലംഘിച്ചാൽ നമുക്ക് കീഴ്ക്കോടതിയിലോട്ടൊന്നും പോകണ്ട. നമുക്ക് വേണമെങ്കിൽ നേരിട്ട് എങ്ങോട്ട് പോകാം? സുപ്രീം കോടതിയിലോട്ട് പോകാം. അങ്ങനെയുള്ള സുപ്രീം കോടതിയിൽ നമ്മൾ ഈ മൗലിക അവകാശ ലംഘനമായിട്ട് ചെന്നു, കോടതിക്ക് മനസ്സിലായി അവിടെ ഒരു മൗലിക അവകാശ ലംഘനം നടന്നിട്ടുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്നതാണ് റിട്ട്. അപ്പം മൗലിക അവകാശമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ലംഘനം ഉണ്ടായാൽ ആ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് കോടതിക്ക് എന്തിനുള്ള അധികാരമുണ്ട്? റിട്ട് പുറപ്പെടുവിപ്പിക്കാനുള്ള അധികാരമുണ്ട്. അതാണ് റിട്ട് അധികാരം എന്നറിയപ്പെടുന്നത്. മൗലിക അവകാശങ്ങൾ ലംഘിച്ചാൽ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിപ്പിക്കാം. ആ അധികാരത്തെ റിട്ട് അധികാരം എന്ന് പറയുന്നു. റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് ഇപ്പം പറഞ്ഞ ആ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡർ, അതിനെയാണ് റിട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് പുനരവലോകന അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും നിയമമോ ഭേദഗതിയോ ഒക്കെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ അതിനെ പരിശോധിച്ച് അതിനെ അസാധുവാക്കുവാനായിട്ട് ആർക്ക് അധികാരമുണ്ട്?
സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. അതാണ് പുനരവലോകന അധികാരം. അതായത് ഒരു നിയമമോ കാര്യങ്ങളോ ഒക്കെ വീണ്ടും പരിശോധിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ, ഇപ്പം എന്തെങ്കിലും ഭരണഘടന വിരുദ്ധമൊക്കെയാണെന്ന് തോന്നിയാൽ അത് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള അങ്ങനെയുള്ള അധികാരത്തെയാണ് പുനരവലോകന അധികാരം. വീണ്ടും അത് പരിശോധിക്കാനുള്ള അധികാരം, പുനരവലോകന അധികാരം. ഓക്കെ, ഇവിടെ നമ്മുടെ അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നീതി ന്യായ പുനരവലോകനം, ഇംഗ്ലീഷിൽ അതിനെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയും. അതുകൂടെ പഠിക്കണേ, ഇംഗ്ലീഷ് പേര് നിർബന്ധമാണ്. ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ നീതിന്യായ പുനരവലോകനം എന്നാണ് പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ, കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുവാനും സുപ്രീം കോടതിക്ക് പ്രത്യേക അധികാരമുണ്ട്. അതിനെയാണ് പുനരവലോകന അധികാരം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ സംഭവം തന്നെ. ഏതെങ്കിലും നിയമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെങ്കിൽ അതിനെ പരിശോധിക്കാനും അസാധുവാക്കുവാനും ഒക്കെയുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തെ നമുക്ക് എന്ത് പറയാം? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയാം. ഇനി അടുത്തത് നമ്മുടെ ഈ 3 വിഭാഗങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തമ്മിൽ നിയന്ത്രിക്കാനും ഈ പറഞ്ഞ തടസ്സങ്ങൾ വെക്കാനും ഒക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ് തന്നിരിക്കുന്നത്. ബഡ്ജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗത്തിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെൻറ്റ് പോലെയുള്ളവയിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാൻ പാർലമെൻറ്റ് കഴിയും. അപ്പം പാർലമെൻറ്റിന് ആരെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയും? എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാൻ കഴിയും, അതേപോലെ തന്നെ ജുഡീഷ്യറിയെ നിയന്ത്രിക്കാൻ കഴിയും. എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാനുള്ള അവരുടെ ഈ പാർലമെൻറ്റിൻ്റെ അധികാരം ഏതൊക്കെയാണ്? ബഡ്ജറ്റ് പരിഗണിക്കൽ, അതേപോലെ തന്നെ ചോദ്യോത്തര വേള എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട് പാർലമെൻറ്റിൽ. ഈ 2 പ്രവർത്തനങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെ ചോദ്യം ചെയ്യാൻ ആർക്ക് കഴിയും? പാർലമെൻറ്റിന് കഴിയും. അതേപോലെ തന്നെ ഇംപീച്ച്മെൻറ്റിലൂടെ ആരെ പുറത്താക്കാൻ പറ്റും? ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയൊക്കെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെൻറ്റ്. അപ്പോൾ അതിലൂടെ ജുഡീഷ്യറിയെ നിയന്ത്രിക്കുവാനും പാർലമെൻറ്റിന് കഴിയും. ഇനി അടുത്തത് ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലം മാറ്റം പോലെയുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിന് പാർലമെൻറ്റിനെയും ജുഡീഷ്യറിയെയും ക്രമാത്മകമായി നിയന്ത്രിക്കാവുന്നതാണ്. അപ്പം ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലം മാറ്റം അങ്ങനെയുള്ളതിലൂടെ എക്സിക്യൂട്ടീവിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ജുഡീഷ്യറിയെയും പാർലമെൻറ്റിനെയും നിയന്ത്രിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ, അതിലൂടെ പാർലമെൻറ്റിനെയും എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാൻ ആർക്ക് കഴിയും? ഈ പറഞ്ഞ നീതിന്യായ കോടതികൾക്കും സാധിക്കും. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളും അതിനകത്ത് നടക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ചാപ്റ്ററിലുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ ചാപ്റ്ററാണ്. എല്ലാവരും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഭരണഘടന എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ പാഠത്തിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ഇടും. അപ്പം പ്ലേലിസ്റ്റ് എല്ലാവരും പരിശോധിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ. അപ്പം ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.